അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരൽപ്പം ഭാഗങ്ങളിലായിട്ട് ഖന്തക്ക് യുദ്ധമായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം കൊണ്ടൊന്ന് മാത്രം കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരാണ്. പ്രകൃതിയും അതേപോലെ തന്നെ കൃത്യസമയത്ത് നുഐം ഇബ്നു മസ്ഊദ് അൽ-അശ്ജഈ അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഒരു ചിത്രത്തിലേക്ക് വന്നതോടുകൂടെ കാര്യങ്ങൾ അനുകൂലമായിട്ട് ശത്രുക്കൾക്ക് മീതെ മുസ്ലിങ്ങൾ ആധിപത്യം നേടുകയാണ്. അവസാനം ശത്രുക്കളെല്ലാം ഉപേക്ഷിച്ച് പോവാണ്. അപ്പോൾ ശത്രുക്കൾ ഒന്നടങ്കം പരാജിതരായിട്ടെല്ലാം ഉപേക്ഷിച്ച് പോയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവർ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയം, ആ കൈലൂല, അവർ ആ വിശ്രമവേളയിൽ റസൂലുള്ള ആയുധമെല്ലാം അഴിച്ചു വെച്ച് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വരികയാണ്. സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, ഫഖാല വദഅതു സിലാ, പ്രവാചകരെ നിങ്ങൾ ആയുധമെല്ലാം താഴെ വെച്ചോ, അഴിച്ചു വെച്ചോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു നഅം. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഫവല്ലാഹി മാ വദഅതുഹു, അള്ളാഹുവാണ്, ഞങ്ങൾ മലക്കുകളൊന്നും ആയുധം അഴിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു ഫഅൈന, എങ്ങോട്ടാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഓർഡർ നൽകുകയാണ്, ഇന്നല്ലാഹ യഅ്മുറുക യാ മുഹമ്മദ് ബിൽ മസീരി ഇലാ ബനൂ ഖുറൈള, ആ ബനൂ ഖുറൈളയിലേക്ക് തിരിക്കാൻ, ഉടനെ തന്നെ അങ്ങോട്ട് പോയി അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഓർഡർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകുകയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു ഫഇന്നി സായിറുൻ അമാമക്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോവാണ്, ഉസൽസിലു ബിഹിം ഹുസൂനുഹും, അവരുടെ ആ കോട്ടകൾ അല്ലെങ്കിൽ അവരെ വിറപ്പിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പോവുകയാണെന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നും യാത്രയാവാണ്. അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ പറഞ്ഞയച്ച് മുഴുവൻ ആളുകളോടും പ്രിപ്പയർ ആകാൻ വേണ്ടി അവരോട് ആ ബനൂ ഖുറൈളയിലേക്ക് ഉടനെ തന്നെ പോകാൻ വേണ്ടി തയ്യാറാകാനുള്ള നിർദ്ദേശം ആ പട്ടണത്തിൽ മുഴുവൻ നൽകുകയാണ്. അപ്പോൾ ഉദ്ദേശം ആ ബനൂ ഖുറൈളക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അവർ ഖന്തക്കിൽ ശത്രുക്കളോടൊപ്പം ചേർന്ന് കൊടും വഞ്ചന ഖിയാന നടത്തിയിരിക്കുകയാണ്. അള്ളാഹിൻ്റെ സഹായം കൊണ്ടൊന്ന് മാത്രമാണ് മുസ്ലിങ്ങൾ അവിടെ രക്ഷപ്പെട്ടത്. അതില്ലായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെ മൊത്തം അവരുടെ കുടുംബസമേതം അവർ നാമാവശേഷമാക്കിയേനെ. അതിനുള്ള പദ്ധതികളെല്ലാം അവർ ഒരുക്കിയിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയുധമെല്ലാം അണിഞ്ഞ്, ഓർക്കണം, അവർ ആ ഖന്തക്കിൽ ഏകദേശം ഒരു മാസത്തോളമുള്ള ആ കഠിന ശ്രമങ്ങൾ, ആദ്യം അവർ ഒരു ആഴ്ചയോളം അവർ ആ കിടങ്ങ് കുടിച്ചു. അതിനുശേഷം ആ പ്രതിരോധം, ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ട ആ ഒരു പ്രതിരോധം, പട്ടിണിയും പ്രതികൂല കാലാവസ്ഥയെല്ലാം അതെല്ലാം സഹിച്ച് അവരതെല്ലാം തീർന്ന് അവർ ഒന്ന് തിരിച്ച് വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്താണ് ഈ ഒരു കൽപ്പന വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കൽപ്പന ലഭിച്ച ഉടനെ തന്നെ ആയുധമെല്ലാം അണിഞ്ഞ് റസൂലുള്ള അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ റസൂലുള്ള ഉടനെ തന്നെ ആയുധമെല്ലാം അണിഞ്ഞ് മുഴുവൻ സ്വഹാബികളിലേക്കും ആ നിർദ്ദേശം എത്തിക്കാൻ വേണ്ടി ഒരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഉച്ച സമയത്താണ്, പല ആളുകളും വിശ്രമത്തിലും പല ഭാഗത്തായിട്ടായിരിക്കും. സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞ് നിർദ്ദേശം ലഭിക്കുന്ന ഒരാളും ലാ യുസല്ലി അന്ന അഹദുൽ അസ്റ ഇല്ലാ ഫി ബനൂ ഖുറൈള, ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ഒരാളും അസ്ർ നമസ്കരിക്കരുതെന്ന് റസൂലുള്ള പ്രത്യേകമായിട്ട് അവരോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ റസൂലുള്ള അയച്ച ദൂതൻ അദ്ദേഹം മദീന പട്ടണത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തേക്കെല്ലാം ഓടി നടന്ന ആ നിർദ്ദേശം അവരിലേക്ക് മുഴുവൻ കൈമാറാണ്. അപ്പോൾ പല ആളുകൾ, സ്വാഭാവികമാണ്, പല ആളുകളും പല ഭാഗത്തു നിന്നായിട്ട് അവർ ഒരുങ്ങി പുറപ്പെട്ടു വരേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയുടെ, തൻ്റെ അഭാവത്തിൽ ആ മദീനയുടെ ഉത്തരവാദിത്തം അന്ധനായിരുന്ന സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് അവിടെയുള്ള ആ സൈന്യമായിട്ട് റസൂലുള്ള അതിൻ്റെ പതാകയെല്ലാം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നൽകി അവർ പുറപ്പെടുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുന്നിൽ പോവുകയാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു അലം, അവർ പല ബാച്ചുകളായിട്ടാണ് ആ ബനൂ ഖുറൈളയിലേക്ക് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ ഒരാളെ കണ്ട സമയത്ത് റസൂലുള്ള അന്വേഷിക്കുന്നതിന്, എനിക്ക് മുമ്പ് ആരെങ്കിലും പോയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദിഹിയാൽ കൽബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പോകുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് ദിഹിയല്ല, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. നമുക്കറിയാം, നേരത്തെയും സൂചിപ്പിച്ചതാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പലപ്പോഴും മനുഷ്യരൂപം പ്രാപിച്ചിരുന്ന സമയത്ത് ആ ദിഹിയയുടെ രൂപമായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചിരുന്നത്. കാരണം സ്വഹാബികൾക്കിടയിൽ ഏറ്റവും സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള സ്വഹാബിയായിരുന്നു ദിഹിയാൽ കൽബി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നീങ്ങാണ്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദ്യം അവിടെ എത്തിയ പതാക ബനൂ ഖുറൈളയുടെ ഭാഗത്ത് പതാക നാട്ടിയ സമയത്ത് അവർ യസുബൂൻ, അവർ ശക്തമായിട്ടുള്ള മോശമായിട്ടുള്ള ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ ആക്ഷേപിക്കുന്നതായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന് കേൾക്കായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അലി റളിയല്ലാഹു അൻഹു
റസൂൽ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ കോട്ടയുടെ ഒരല്പം ദൂരെയായിട്ട് അവിടെ തമ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചത് എന്തിനാണ്? റസൂൽ അങ്ങോട്ട് ചോദിച്ചു, അവരെന്നെ ആക്ഷേപിക്കുന്നുണ്ടാകുമല്ലേ? അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ അദബ് നോക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് പിന്നീട് അവരൊന്നും പറയില്ലെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഒരല്പം കൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ അവിടെ അന എന്നുള്ള ബനൂ ഖുറൈളക്കാരുടെ ഒരു കിണറിന് സമീപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ നിർദ്ദേശമെല്ലാം ലഭിച്ചു ഒരുങ്ങി നിരവധി ആളുകൾ അവർ ബനൂ ഖുറൈളയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒരല്പം സമയമുണ്ട്, വഴി ദൂരമുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ സ്വഹാബികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് റസൂലുള്ള പ്രത്യേകമായിട്ട് പറഞ്ഞു, ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിങ്ങൾ അസ്ർ നമസ്കരിക്കാവുന്ന റസൂലുള്ള അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ആ പുറപ്പെടാൻ ഒരല്പം സമയം വൈകിയിരിക്കണം. ഏതായിരുന്നാലും പോകുന്ന വഴിയിൽ അസ്ർ നമസ്കാരത്തിൻ്റെ ആ സമയം തെറ്റുന്ന സമയത്ത് ഒരു കൂട്ടർ സ്വഹാബികൾ പറഞ്ഞു, നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അസ്ർ നമസ്കാരത്തിൻ്റെ ആ സമയം തെറ്റും, അതുകൊണ്ട് തന്നെ നമുക്ക് വഴിയിൽ വെച്ച് നമസ്കരിക്കാം. അപ്പോൾ മറ്റേ വിഭാഗം പറഞ്ഞു, അത് പാടില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് അസ്ർ നമസ്കരിക്കാവെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് സമയം തെറ്റിയാലും അവിടെ എത്തിയിട്ട് നമ്മൾ നമസ്കരിക്കൂ. അപ്പോൾ സ്വഹാബികൾക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ അവർക്കിടയിൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം. അവർ രണ്ട് വിഭാഗമായിട്ട് ആ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വരാണ്. അപ്പോൾ അവർ മാനദണ്ഡമാക്കുന്നത് അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും സമയം തെറ്റിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശത്തിൻ്റെ പുറത്ത് സമയമല്ല അവിടെ മാനദണ്ഡമാക്കുന്നത്, മറിച്ച് സ്ഥലമാണ്. കാരണം റസൂലുള്ള ആ സ്ഥലത്ത് എത്തിയിട്ടേ പറ്റൂ. അതുകൊണ്ട് ആ സമയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ടതില്ല. അതായത് റസൂലുള്ളാഹിൻ്റെ ആ കൽപ്പന അക്ഷരാർത്ഥത്തിൽ പദാനുപദമായിട്ട് അവർ ഫോളോ ചെയ്യാണ് ഒരു വിഭാഗം ആളുകൾ. പക്ഷേ അതേസമയം മറ്റേ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ആ രൂപത്തിലായിരിക്കണം റസൂലുള്ളാഹി പറഞ്ഞതെന്നാണ് മറ്റു വിഭാഗം മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഒരു കൂട്ടർ വഴിയിൽ വെച്ച് തന്നെ നമസ്കരിച്ചു, മറ്റേ കൂട്ടർ അവർ സമയം തെറ്റി ബനൂ ഖുറൈളയിലെത്തി അവിടെ വെച്ചു നമസ്കരിച്ചു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തി റസൂലുള്ളാഹിനോട് അവർക്കിടയിലുണ്ടായ തർക്ക വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഫലം യുഅന്നിഫ് വാഹിദൻ മിൻഹും, അതല്ലെങ്കിൽ സ്വഹീഹ് മുസ്ലിമിൽ ഫമാ അന്നഫ വാഹിദൻ മിനൽ ഫരീഖൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് കൂട്ടരയിൽ ഒരാളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തിയില്ല, ആക്ഷേപിച്ചില്ല, വിമർശിച്ചില്ല. ഇവിടെ നമ്മൾ പോസ് ചെയ്തു. വലിയൊരു പാഠാണ് ഈ ഒരു ഹദീസ് നൽകുന്നത്. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൽ ആ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഉസൂലുൽ ഫിഖഹിൻ്റെ വലിയൊരു ബേസ് അല്ലെങ്കിൽ വലിയൊരു പ്രിൻസിപ്പിളാണ് ഈ ഒരു ഹദീസ് കാണിച്ചു തരുന്നത്. അതായത് രണ്ട് വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കൽപ്പന, അത് അടിവരയിടുക ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഫഖീഹ് അല്ലെങ്കിൽ മുജ്തഹിദ് അവരുടെ ഗവേഷണത്തിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത് രണ്ടും സ്വീകാര്യമാണ് എന്നുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ ഹക്കമൽ ഹാക്കിമു ഫജ്തഹദ ഫഅസ്വാബ ഫലഹു അജ്റാൻ. അതായത് ഒരു വിഷയത്തിൽ യോഗ്യരായിട്ടുള്ള ഒരു വിധികർത്താവ്, ഒരു ഫഖീഹ്, അയാളുടെ ഇജ്തിഹാദ്, അയാളുടെ ഗവേഷണത്തിലൂടെ ശരിയായിട്ടുള്ളൊരു വിധി നിർദ്ധാരണം ചെയ്തെടുക്കുകയാണെങ്കിൽ അയാൾക്ക് അജ്റാൻ, അയാൾക്ക് 2 പ്രതിഫലമുണ്ട്. അതേസമയം വ ഇൻ അഖ്തഹ ഫലഹു അജ്റു, ഇനി അയാൾ ആ ഗവേഷണത്തിൽ തെറ്റിയാലും അയാൾക്ക് 1 പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിലേക്ക് തന്നെ നോക്കുക. അവിടെ ഒരു വിഭാഗം സ്വഹാബികൾ അവർ റസൂലുള്ളാഹിൻ്റെ ആ നിർദ്ദേശത്തെ ടെക്സ്ച്വലായിട്ട് അല്ലെങ്കിൽ ആ ബാഹ്യാർത്ഥത്തിൽ ഹർഫി അല്ലെങ്കിൽ ഹഖീഖ അല്ലെങ്കിൽ അതേ രൂപത്തിൽ തന്നെ ലിറ്ററലി അതേ രൂപത്തിൽ തന്നെ നോക്കിക്കാണുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം മറുവിഭാഗം സ്വഹാബികൾ അവർ അതേ ടെക്സ്റ്റിനെ മറ്റു രൂപത്തിലാണ് അവർ നോക്കിക്കാണുന്നത്. അതിനെ ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ മജാസ് അല്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് ഒന്നാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്, ആ രൂപത്തിലാണ് അവർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ അത് ബാഹ്യാർത്ഥത്തിൽ ലിറ്ററലായിട്ട് അതേ രൂപത്തിൽ എടുക്കേണ്ടതുണ്ടാകും. അതേസമയം മറ്റു ചില കൽപ്പനകൾ അത് പറഞ്ഞത് ആലങ്കാരികമായിട്ടായിരിക്കും അല്ലെങ്കിൽ അത് പറഞ്ഞതിൻ്റെ ആ കോണ്ടെക്സ്റ്റ്, അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏത് രൂപത്തിലാണ് അപ്ലൈ ചെയ്യുക, അതെല്ലാം യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാരാണ് അതിനെ സംബന്ധിച്ച് നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആ മത നിയമങ്ങളുടെ ആ സാർവകാലികത, ആ സാർവലൗകികത, അതെല്ലാം ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഏതൊരു കാലത്തേക്കും യോജിക്കുന്ന രൂപത്തിലുള്ള മത നിയമങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, മതത്തിൽ ഹറാമിനും ഹലാലിനും ഇടയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്, ആ ഗ്രേ ഏരിയ, അത്തരം വിഷയങ്ങളിലും അതേപോലെ തന്നെ ആനുകാലികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന നിരവധി നൂതന വിഷയങ്ങൾ, ഇതിലെല്ലാം യോഗ്യരായിട്ടുള്ള ഇത്തരം പണ്ഡിതന്മാർ അവർ മറ്റുള്ള ടെക്സ്റ്റുമായിട്ടെല്ലാം ചേർത്ത് വെച്ച് അവർ ഗവേഷണത്തിലൂടെ ഇജ്തിഹാദിലൂടെയാണ് അവർ വിധി പറയുക. ആ രൂപത്തിൽ അവർ വിധി പറയുന്ന സമയത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സ്വാഭാവികമാണ്, അത് എൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞ ഹദീസിൽ
അവർ ശരിയായിട്ട് വിധി നിർദ്ധാരണം ചെയ്താൽ 2 പ്രതിഫലം, ഇനി തെറ്റിയാലും 1 പ്രതിഫലം എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. അപ്പം അനിവാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളാനുള്ള ആ ഒരു വിശാല വീക്ഷണം, ആ ഒരു ടോളറൻസ് ആണ് നമുക്ക് വേണ്ടത്. അത് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾക്കിടയിൽ അത് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ സ്വഹാബികൾ അവിടെ മനോഹരമായിട്ട് അത് കാണിച്ചു തരുന്നുണ്ട്. കാരണം അവർ ഇരു കൂട്ടരും പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. കാരണം 2 ആളുകൾ ചെയ്തത് വ്യത്യസ്തമായിരുന്നെങ്കിലും അവരുടെ 2 ആളുടെയും ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, റസൂലുള്ളാഹിന്റെ ആ കൽപ്പനയെ, ആ വാക്കിനെ പിൻപറ്റുക എന്നുള്ളതായിരുന്നു. ഇനി അവർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് റസൂലുള്ളാഹിനോട് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിന്റെ ആ പ്രതികരണത്തെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, റസൂലുള്ളാഹി അതിൽ ആ 2ൽ ഏതെങ്കിലും ഒന്നേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് എന്താണെന്ന് പോലും റസൂലുള്ളാഹി അവിടെ പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല, ആ രൂപത്തിൽ ഒന്നും പറയാതെ 2 ആളെയും ആക്ഷേപിക്കാതെ 2നെയും ശരിവെക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് റസൂലുള്ളാഹി അവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. റസൂലുള്ളാഹി അവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. മുസ്ലിങ്ങൾ മുഴുവൻ അവിടെ എത്തി ആ കോട്ട, ബനൂ ഖുറൈദയുടെ ആ കോട്ട അവർ ഉപരോധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ ആ ജൂതന്മാർ, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ രീതി, അവർ ശക്തമായിട്ടുള്ള കോട്ടക്കകത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇന്നും ആ ജൂതന്മാരുടെ ആ കോട്ടയുടെ ചില ശേഷിപ്പുകൾ അറേബ്യൻ നാടുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലും അള്ളാഹു അവരുടെ ആ കോട്ടകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സൂറത്തുൽ ഹശ്റിന്റെ 14-ാമത്തെ ആയത്തിൽ ലാ യുഖാതിലൂനക്കും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്വനത്തിൻ ഔ മിൻ വറാഇ ജുദർ. ശക്തമായിട്ടുള്ള കോട്ടകൾക്കകത്ത് വെച്ചോ അതല്ലെങ്കിൽ മതിലിന് പിറകിലോ നിന്നല്ലാതെ അവർ യുദ്ധം ചെയ്യില്ല. നേർക്കുനേരെ അവർ ഭീരുക്കളാണ്, നേർക്കുനേരെ അവർ വരില്ല. അതല്ലെങ്കിൽ സദാസമയത്ത് ഒരാളെ ആശ്രയിച്ച് അതല്ലെങ്കിൽ പിറകിലൂടെ, ഈ രൂപത്തിലായിരിക്കും അവരുടെ ഒരു സമീപനം എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. സമാനമായിട്ട് തന്നെയാണ് സമകാലിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ആ ബനൂ ഖുറൈദയുടെ ആ കോട്ട അവർ ഉപരോധിക്കുകയാണ്. അത് ഭേദിച്ച് കടക്കാൻ കഴിയാത്ത വിധം വളരെ ശക്തമായിരുന്നു അവരുടെ കോട്ടകൾ. അതേപോലെ തന്നെ ഒരല്പകാലം ആ ഉപരോധം നീണ്ടാലും അതിനെ അതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം, അതായത് അവരുടെ ഉപജീവന മാർഗ്ഗമെല്ലാം ആ കോട്ടക്കകത്തുണ്ടായിരുന്നു. മുസ്ലിങ്ങളാകട്ടെ പുറത്ത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, ആ തണുപ്പും മറ്റെല്ലാം സഹിച്ച് അവർ അവിടെ നിൽപ്പ് തുടരുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാകുന്നില്ല. ദിവസങ്ങൾ പിന്നിടാണ്. അതിനിടയിൽ ആ ബനൂ ഖുറൈദയുടെ നേതാവായിരുന്ന കഅബ് ബിൻ അസദ് അൽ ഖുറളി, അയാൾ അനുയായികളെ മുഴുവൻ വിളിച്ച് നടത്തിയൊരു സംഭാഷണം സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അയാൾ ആ കോട്ടക്കകത്തുള്ള തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മാശറ യഹൂദ്, ജൂതന്മാരെ, നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി 3 സൊല്യൂഷൻ, 3 പരിഹാര മാർഗ്ഗങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഖിലാലൻ സലാസ, അതിൽ ഫഖുദു ബിമാ ശിഅ്തും മിൻഹ, നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരിഹാര മാർഗ്ഗമായിട്ട് സ്വീകരിക്കുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. അതിൽ ഒന്നാമത്തെ സൊല്യൂഷനായിട്ട് അദ്ദേഹം പറഞ്ഞു, നുതാബിയു ഹാദർ റജുൽ വനുസദ്ദിഖുഹു വല്ലാഹി ലഖദ് തബയ്യന ലക്കും അന്നഹു ലനബിയ്യുൻ മുർസൽ. അതായത് പുറത്തുള്ള ആ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരു പ്രവാചകനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അന്നഹു ലല്ലദീ തജിദൂനഹു ഫീ കിതാബിക്കും, നമ്മുടെ വേദഗ്രന്ഥം അനുസരിച്ച് തന്നെ നിയോഗിതനായിട്ടുള്ളൊരു പ്രവാചകനാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള സൊല്യൂഷൻ, സത്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ നമ്മൾ മുഴുവൻ പിന്തുടരുക. അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും. ചിന്തിച്ചു നോക്കുക. അതായത് നമ്മുടെ വേദഗ്രന്ഥം അനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൻ്റെ 157-ാമത്തെ വചനത്തിൽ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ തൗറാത്തിലും ഇൻജീലിലെല്ലാം സുവിശേഷം നൽകിയിരുന്ന ആ പ്രവാചകൻ. അപ്പോൾ അവർക്ക് തന്നെ അത് അറിയായിരുന്നു. അത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ തിരിച്ചറിയുന്ന രൂപത്തിൽ അവർക്ക് അറിയായിരുന്നു അത് പ്രവാചകനായിരുന്നെന്ന് ഈ സംസാരം അത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സത്യം അവസാന നിമിഷത്തിൽ അദ്ദേഹം മാത്രം തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമൊന്നും ആയിരുന്നില്ല. അത് തുടക്കത്തിൽ തന്നെ അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ ഇപ്പോൾ ഈ കോട്ടക്കകത്ത് തന്നെ ഈ സമയത്ത് ഉണ്ടായിരുന്ന, ഇതിലേക്ക് ബനൂ ഖുറൈദയെ തള്ളിയിട്ടതിലുള്ള മുഖ്യ പ്രതി ഹുയൈ ബിൻ അഖ്തബ്, അയാൾ ആ സമയത്ത് ആ കോട്ടക്കകത്തുണ്ട്. അതായത് റസൂലുള്ളാഹിന്റെ പത്നി സൊഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ്. അത് ഈ സൊഫിയ റളിയല്ലാഹു അൻഹ തന്നെ അവരുടെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം അവർ പങ്കുവെക്കുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ ഉപ്പ വളരെ അസ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു. പൊതുവേ വന്നാൽ എന്നെ കളിപ്പിക്കും, ആ രൂപത്തിലാണ്. പക്ഷേ അന്ന് എന്നെ ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ മറ്റേ റൂമിലേക്ക് പോയി. അവിടെ എൻ്റെ അമ്മാവനും ഉണ്ടായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത ആ ഖുബയിലേക്ക് എത്തിയ സമയത്താണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. സൊഫിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഞാൻ അവിടെ കേട്ടു. എൻ്റെ ആ ബന്ധു പിതാവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അഹുവ അയാൾ തന്നെയാണോ അത്? നമ്മുടെ ആ വേദഗ്രന്ഥത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ തന്നെയാണോ വന്നിട്ടുള്ളത്? ഇപ്പോൾ പിതാവ് ഹുയൈ ബിൻ അഖ്തബ് അയാൾ മറുപടിയായിട്ട് പറഞ്ഞു, നഅം വല്ലാഹി, അതെ. മറ്റേ ആൾ ചോദിച്ചു, എന്താണ് നമ്മൾ ചെയ്യുക, അയാളെ പിൻപറ്റണോ? ഹുയൈ ബിൻ അഖ്തബ് പിതാവ് പറഞ്ഞ മറുപടി, അദാവത്തുഹു മാ ബഖീത്, നിലനിൽക്കുന്ന കാലത്തോളം, അതായത്
ഞാൻ അവശേഷിക്കുന്ന കാലം അത്രയും അയാൾ എതിർക്കും. അതായിരിക്കും എൻ്റെ നിലപാട്. ചിന്തിച്ചു നോക്കുക. അതായത് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ അവരുടെ ആ നിഷേധ കാരണം അത് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 109 വചനത്തിൽ കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അള്ളാഹു പറയാണ്, ആ സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷവും അവരുടെ ഹൃദയത്തിനകത്തുള്ള അസൂയ നിമിത്തമായിരുന്നു അവർ ആ ഒരു കുഫറിലേക്ക് എത്തിയത്. അപ്പോൾ അവരുടെ ആ നേതാവ് കഅബ് ബിൻ അസദ് ഒന്നാമത്തെ സൊല്യൂഷനായിട്ട് പറയാണ്, ആ സത്യമാണെന്ന് ഏതായാലും നമുക്കറിയാം, അതുകൊണ്ട് അദ്ദേഹത്തെ റസൂലുള്ളാഹിനെ നമ്മൾ പിൻപറ്റുക, അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. അപ്പോൾ അത് കേട്ട സമയത്ത് അവരൊന്നരംഗം പറഞ്ഞു, ലാ നുഫാരിഖു ഹുക്മു തൗറാത്തി അബദ, ഒരിക്കലും ഈ മതം നമ്മൾ ഉപേക്ഷിക്കുന്ന പരിപാടിയിൽ അങ്ങനെ ഒരു സൊല്യൂഷനെ വേണ്ടതില്ല. അവർ മുഴുവൻ ഒന്നടങ്കം അതിനെ എതിർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ശരി, ഇനി രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതൊരല്പം ക്രൂരായിരുന്നു. നഖ്തുൽ അബ്നാഅന വനിസാഅന, നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഫാമിലിയെ വധിക്കുക, അതിനുശേഷം രണ്ടും കൽപ്പിച്ച് അവരായിട്ട് യുദ്ധത്തിനിറങ്ങുക. യുദ്ധത്തിലിറങ്ങി അവരെ നമ്മൾ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ടാവും. അതാണ് രണ്ടാമത്തെ സൊല്യൂഷനായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പം അത് കേട്ടപ്പോൾ അവരൊന്നരംഗം ആദ്യത്തേക്കാൾ ശക്തമായിട്ട് എതിർക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നഖ്തുൽ ഹൗല ഇൽ മസാക്കീൻ, ഈ പാവങ്ങളെ മുഴുവൻ നമ്മൾ വധിക്കുക, അതൊരിക്കലും പറ്റില്ല. അവർ നിഷേധിക്കുകയാണ്. അപ്പോൾ അതും അവർ തള്ളി. ഇനി അവസാനത്തെ മൂന്നാമത്തെ സൊല്യൂഷനായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ലൈലത്തെ സബത്ത്, ആ സബത്തിൻ്റെ ദിനം ശനിയാഴ്ച ദിവസം നമ്മൾ അവരായിട്ട് യുദ്ധത്തിനിറങ്ങും. അത് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം ഈ സബത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10 പ്രധാനപ്പെട്ട കൽപ്പനകളിലൊന്നാണ് ആ സബത്ത് ദിനാചരണം. അന്നത്തെ ദിവസം അവർ സബത്ത് ലംഘിച്ച ഒരു പരിപാടിയും ചെയ്യില്ല. നേരത്തെ ഓർക്കുന്നുണ്ടാകും, അബൂ സുഫിയാൻ അവരോട് യുദ്ധത്തിനിറങ്ങാൻ പറഞ്ഞ സമയത്ത് ഖന്തക്ക് യുദ്ധത്തിൽ അവർ പറയുന്നുണ്ട് ശനിയാഴ്ച ദിവസം പറ്റില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ആ രൂപത്തിലൊരു സർപ്രൈസ് അറ്റാക്ക് അന്നത്തെ ദിവസം മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിനിറങ്ങാം. അപ്പോൾ അവർ പറഞ്ഞു, അതൊരിക്കലും പറ്റുന്ന കാര്യമില്ല, കാരണം ആ ദൈവകോപം ഉണ്ടാകും, അത് നമുക്ക് നല്ലതിനല്ല എന്ന് പറഞ്ഞ് അവർ ആ മൂന്നാമത്തെ പരിഹാര മാർഗവും അവരൊന്നരംഗം നിഷേധിക്കുകയാണ്. അപ്പോൾ കഅബ് ബിൻ അസദ് മുന്നോട്ട് വെച്ച ആ 3 പരിഹാര മാർഗങ്ങളും അവരൊന്നരംഗം തള്ളിക്കളിയാണ്. അതിൽ അങ്ങേയറ്റം ക്ഷുഭിതനായിട്ടുള്ള ദേഷ്യം വന്ന കഅബ് ബിൻ അസദ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ ബാത്ത റജുലൻ മിൻകും മുൻദു വലദത്ഹു ഉമ്മുഹു ലൈലത്തൻ വാഹിദത്തൻ മിനദ് ദഹ്രി ഹാസിമൻ, അതായത് നിങ്ങൾ ജനിച്ചത് മുതൽ എന്നെങ്കിലും നിങ്ങൾ ആരെങ്കിലും വല്ല വിവേകപൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ ഐക്യകണ്ഠേന എടുത്തിട്ടുണ്ടോ? അതാണ് ക്ഷുഭിതനായിട്ട് അദ്ദേഹം അവരെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ അവർക്ക് ഒന്നരംഗം ഒരു പോംവഴിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഉപരോധം ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിടുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് അറിയാൻ വേണ്ടി, അതിനെ സംബന്ധിച്ചൊരു ധാരണ ലഭിക്കാൻ, ജാഹിലിയ കാലത്ത് അവരോട് സഖ്യത്തിലുണ്ടായിരുന്ന അവരുടെ ഹലീഫായിരുന്ന ഏതെങ്കിലും ഒരാളെ വിട്ടുതരണമെന്ന് അവർ റസൂലുള്ളാഹിക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. അയാളുമായിട്ട് കൂടിയാലോചന നടത്തിയതിന് ശേഷം ഞങ്ങളുടെ തീരുമാനം പറയാം, അതായിരുന്നു അവർ റസൂലുള്ളാഹിക്ക് അയച്ച സന്ദേശം. ഒരാളെയും അവർ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വഹാബിയായിരുന്ന അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ആ കോട്ടക്കകത്തേക്ക് അയക്കാൻ വേണ്ടി അവർ നിർദ്ദേശിക്കുകയാണ്. ഇപ്പോൾ അബൂ ലുബാബ ഇബ്നു അബ്ദുൽ മുന്തിർ റളിയല്ലാഹു അൻഹു, ലുബാബ എന്നുള്ളത് മകളുടെ പേരാണ്. അബൂ ലുബാബ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുനിയ, യഥാർത്ഥത്തിലുള്ള പേര് ബഷീർ ഇബ്നു അബ്ദുൽ മുന്തിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അൻസാരിയാണ്, ഔസ് ഗോത്രക്കാരനാണ്. ഈ ഔസ് ഗോത്രം ബനൂ ഖുറൈളയുമായിട്ട് ആ സഖ്യത്തിലുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടത്. ഈ സ്വഹാബി അദ്ദേഹം ബദരിയാണ്, ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ബദറിൽ ആ സംഘത്തിൽ പോയിരുന്നു. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹി മറ്റൊരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചത് കാരണം നേർക്ക് നേരെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആ യോദ്ധാവിൻ്റെ പരിഗണന നൽകി അവസാനം ഗനീമത്തെല്ലാം റസൂലുള്ളാഹി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബദരിയായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാർ, ഒരാൾ ബദറിലും മുബശ്ശിർ റളിയല്ലാഹു അൻഹു, മറ്റൊരാൾ ഉഹുദിലും റിഫാ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളും ഈ 2 യുദ്ധങ്ങളിലായിട്ട് ഷഹീദാകുന്നുണ്ട്. അങ്ങനെ ആ കൂടിയാലോചനയ്ക്ക് വേണ്ടി അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവരുടെ ആ കോട്ടക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതല അവരുമായിട്ട് ചർച്ച ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അത് മാത്രമായിരുന്നു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ കോട്ടക്കുള്ളിലേക്ക് കയറി അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളെല്ലാം അവർ വളഞ്ഞ് പ്രയാസങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ആ രൂപത്തിലെല്ലാം പലതും പറയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഗോത്ര നേതാവായിരുന്ന കഅബ് ബിൻ അസദ് അദ്ദേഹം വന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഒരുപാട് ദിവസമായിട്ട് ഉപരോധത്തിലാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ മുഹമ്മദിൻ്റെ തീരുമാനത്തിനനുസരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കോട്ടയ്ക്ക് പുറത്തിറങ്ങേണ്ടതുണ്ടോ? അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവരായിട്ടെല്ലാം സംസാരിച്ച് ആ പഴയ ബന്ധമെല്ലാം കാരണം ഒരു നിമിഷം അദ്ദേഹം എല്ലാം മറന്നു പോവാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങുന്നതാണ് നല്ലത്, ഇറങ്ങിക്കഴിഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി, നിങ്ങളെ വധിക്കലാകും നിങ്ങളുടെ വിധി, ആ രൂപത്തിലൊരു ആംഗ്യം കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലൊന്നും സംസാരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലൊരു വിധിയെ സംബന്ധിച്ച് അനൗൺസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ രൂപത്തിലെല്ലാം അദ്ദേഹം അറിയാതെ സംസാരിച്ചു പോവാണ്.
ഉടനെ തന്നെ അദ്ദേഹത്തിന് ബോധം വരികയാണ്. അദ്ദേഹം അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് കഅബ് ബിൻ അസദ് ചോദിക്കുന്നുണ്ടോ അബൂ ലുബാബ എന്ത് പറ്റി? അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കോട്ടയുടെ പിറകു ഭാഗത്തുകൂടെ പുറത്തിറങ്ങി കരഞ്ഞുകൊണ്ട് അദ്ദേഹം മദീന പള്ളിയിലേക്ക് ഓടുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും അദ്ദേഹം ആ പോയ വിവരത്തിനും വേണ്ടി അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഒരുപാട് നേരമായിട്ടും അദ്ദേഹം പുറത്തു വരുന്നതായിട്ട് കാണുന്നില്ല. അദ്ദേഹം ആകട്ടെ പിറകു ഭാഗത്തുകൂടെ അതിവേഗത്തിൽ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയും കൂട്ടി ആ മദീന പള്ളിയിൽ മസ്ജിദ് നബവിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ തൂണിൽ ഭാര്യയോട് അദ്ദേഹത്തെ സ്വയം ബന്ധിക്കാൻ വേണ്ടി ആ കൈകൾ ബന്ധിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നാൽ അദ്ദേഹം ആ തൂണിൽ കൈകളെല്ലാം ബന്ധിച്ചതിന് ശേഷം പറയുന്നുണ്ട് വല്ലാഹി എനിക്ക് അള്ളാഹു പുറത്തു തരുന്നത് വരെ ഞാൻ ഇനി ഇതിൽ നിന്നും പുറത്തിറങ്ങില്ല. അതായത് ഞാൻ അവിടെ തന്നെ കഴിയുമെന്നുള്ള രൂപത്തിലൊരു ശബ്ദമെല്ലാം ചെയ്ത് ആ പള്ളിയിൽ തന്നെ അദ്ദേഹം കഴിയുകയാണ്. ഒരുപാട് നേരമായിട്ടും കാണാതായ സമയത്ത് റസൂലുള്ള ഒരാളെ വിട്ട് വിവരമെല്ലാം അന്വേഷിച്ചു. അങ്ങനെ അവസാനം റസൂലുള്ള കാര്യങ്ങൾ അറിഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അദ്ദേഹം നേരിട്ട് അങ്ങോട്ട് പോകാതെ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ അള്ളാഹിനോട് അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം ചോദിക്കുമായിരുന്നു. ഇതിപ്പോൾ സ്വയം ആ രൂപത്തിൽ പോയി ശബദമെല്ലാം ചെയ്ത സ്ഥിതിക്ക് അള്ളാഹു അദ്ദേഹത്തെ സ്വതന്ത്രമാക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറയുകയാണ്. അദ്ദേഹം ആ പള്ളിയിൽ ബന്ധനസ്ഥനായിട്ട് തുടരുകയാണ്. അദ്ദേഹം നമസ്കാര സമയത്തും അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യത്തിനെല്ലാം ഭാര്യ വന്നാൽ കെട്ടഴിച്ചു കൊടുക്കും. അദ്ദേഹം അത് നിർവഹിച്ച് വീണ്ടും അതേ രൂപത്തിൽ സ്വയം ബന്ധിതനായിട്ട് അവിടെ തന്നെ തുടരുകയാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അദ്ദേഹം ആ കോട്ടക്കുള്ളിൽ സംസാരിച്ചതോ ആംഗ്യം കാണിച്ചതോ അത് പുറത്തുള്ള ഒരാളും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല. അദ്ദേഹത്തിന് അത് മറച്ചു വെക്കായിരുന്നു, അതല്ലെങ്കിൽ അവരോട് മറച്ചു വെക്കാൻ പറയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഇന്നനി മഅകുമ അസ്മഅ വ അറ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അള്ളാഹു അതിനെല്ലാം സാക്ഷിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ആ കുറ്റബോധത്തോടു കൂടെയാണ് അദ്ദേഹം ഈ രൂപത്തിൽ നടന്നു പോയിട്ട് അവിടെ ബന്ധനസ്ഥനായത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ അബൂ ലുബാബയുടെ ഒരു വിഷയം പൂർത്തിയാക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ റസൂല വ തഖൂനു അമാനാതികും വ അൻതും തഅലമൂൻ. അള്ളാഹു പറയാണ്, ഓ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചേൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത്. ആ ഒരു ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതിൻ്റെ ഒരു മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട ആ സംഭവമാണ്. അതിനേക്കാൾ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരായത്ത് ഇതേ വിഷയത്തിൽ സൂറത്ത് തൗബയുടെ 102-ാമത്തെ ആയത്തിൽ വ ആഖറൂന അതറഫൂ ബിദുനൂബിഹിം ഖലതു അമലൻ സ്വാലിഹൻ വ ആഖറ സയ്യിഅൻ അസല്ലാഹു അൻ യതൂബ അലൈഹിം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അവർ മനോഹരമായിട്ടുള്ള ആയത്താണ്. ആയത്തിൽ അള്ളാഹു പറയാണ്, അവരുടെ കൂട്ടത്തിൽ സ്വന്തം കുറ്റം ഏറ്റുപറഞ്ഞ ചില ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ആ കർമ്മം കൂടിക്കലർന്നതാണ്. അതായത് അവർ നന്മ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ചില തിന്മകളും അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അള്ളാഹു ഒരുപക്ഷെ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. അള്ളാഹു ജഅൽനാ മിൻഹു, അള്ളാഹു നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ ആയത്തിൽ അസല്ലാഹു അൻ യതൂബ അലൈഹിം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട് അള്ളാഹു അസ എന്ന് പറഞ്ഞാൽ അസാ മിനല്ലാഹി വാജിബ്, അസ എന്ന് പറഞ്ഞാൽ അത് ആ കാര്യം നടക്കും, അത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു അത്തരം ആളുകൾക്ക് പുറത്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഹസൻ അൽ ബസീർ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അർജ ആയത്തി മിനല്ലാഹ്, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ആയത്തായിട്ടെല്ലാം ഈ ഒരു ആയത്തിനെ കാണുന്നുണ്ട്. കാരണം നന്മ ചെയ്യുന്നുണ്ട് അവർ, അതേസമയം അവരിൽ നിന്നും നിരവധി തിന്മകളും വന്നു പോയിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് അള്ളാഹു പുറത്തു തരും. അള്ളാഹു ആ രൂപത്തിൽ പുറത്തു തരുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ, ആമീൻ. അപ്പം അള്ളാഹു അദ്ദേഹത്തിൻ്റെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ പശ്ചാത്താപമെല്ലാം സ്വീകരിച്ച് ഈ ആയത്തുകളെല്ലാം നൽകിയ സമയത്ത് ഒരു ദിവസം പുലർവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുന്നതായിട്ട് ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാണുകയാണ്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട് ആ പള്ളിയോട് ചേർന്ന് അബൂ ലുബാബ സ്വയം ബന്ധിച്ച ആ തൂണിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ ഭാര്യ റസൂലുള്ളാഹിനോട് കാര്യം അന്വേഷിച്ചു, എന്താണ് പ്രവാചകരെ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അബൂ ലുബാബയുടെ റളിയല്ലാഹു അൻഹു ആ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അപ്പോൾ പ്രവാചകരെ ഞാനത് അറിയിക്കട്ടെ. അതായത് ഹിജാബിൻ്റെ ആ ഒരു ആയത്തെല്ലാം ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവം ഇറങ്ങുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ വാതിലിൻ്റെ അരികെ പോയി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അബ്ശിറു യാ അബൂ ലുബാബ. അതിനുശേഷം ആ പാപമോചനം സ്വീകരിച്ച ആ വാർത്ത അവരുറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഓടിപ്പോയി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ആ കെട്ടടിക്കാവുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്ന് മോചിപ്പിക്കുക എങ്കിൽ മാത്രമേ ഞാൻ പോകുകയുള്ളൂ. അങ്ങനെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്ന സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തെ കെട്ടഴിച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചു. മുഴുവൻ ആളുകളും അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അപ്പോൾ ഇന്നും നമ്മൾ മദീനയിൽ മസ്ജിദ് നബവി സന്ദർശിക്കുന്ന സമയത്ത്
ആ റൗലക്ക് സമീപത്തുള്ള തൂണുകൾ, ഓരോ തൂണുകൾക്കും ഓരോ നാമം നൽകിയിട്ടുണ്ട്. ഉസ്തുവാനത്ത് മുഖല്ലക്ക അല്ലെങ്കിൽ ആയിഷ, ശരീർ, തഹജ്ജുദ്, ഉഫൂദ്, ഇതേ രൂപത്തിൽ വ്യത്യസ്ത തൂണുകളാണ്. അതിനിടയിൽ പ്രത്യേകമായിട്ട് നമ്മളൊരു തൂണ് കാണും, ഉസ്തുവാനത്തു അബൂലുബാബ അല്ലെങ്കിൽ ഉസ്തുവാനത്തു തൗബ. അബൂലുബാബയുടെ തൂണെന്നുള്ള പേരിൽ അവിടെ ഒരു തൂണുണ്ട്. അതിലായിരുന്നു അദ്ദേഹം സ്വയം അവിടെ ബന്ധിച്ചിരുന്നത്. അപ്പോൾ അത് ഇന്നും അതേ രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബനൂ ഖുറൈലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ അബൂലുബാബ റളിയല്ലാഹു അൻഹു പോയി സംസാരിച്ചു. അവർ വീണ്ടും പുറത്തിറങ്ങാൻ സന്നദ്ധമാകുന്നില്ല. മുസ്ലിങ്ങൾ പുറത്ത് ഉപരോധം തുടരുകയാണ്. അതിനിടയിൽ നടന്ന മറ്റൊരു സംഭവം സീറത്ത് ഇബ്നു ഹിശാമിൽ കാണാൻ സാധിക്കും. ഒരു സ്വഹാബി ഖലാദ് ബിൻ സുബൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെ ആ കോട്ടയുടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ബനൂ ഖുറൈലയിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവർ ആ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറി അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ആട്ടുകല്ല് അത് താങ്ങിക്കൊണ്ടുവന്ന് താഴെ നിൽക്കുന്ന ആ സ്വഹാബിയുടെ തലയിലേക്ക് ഇടുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ആ സ്വഹാബിയെ അവർ വധിക്കുന്നുണ്ട്, അവരെ പിന്നീട് പിടികൂടുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം, ആ ഉപരോധം അവസാനിക്കാനായ സമയത്ത് 10-25 ദിവസം ഉപരോധം നീളുന്നുണ്ട്. അതിൽ അവസാനത്തെ 1-2 ദിവസം അവിടെ അടുത്ത സമയത്ത് ഉണ്ടായൊരു സംഭവം, അതും സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഒരാൾ ആ കോട്ടയിൽ നിന്നും മെല്ലെ ഇറങ്ങി പോകുന്നതായിട്ട് ഒരു സ്വഹാബി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ ഇരുട്ടിൽ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു അയാളെ ഫോളോ ചെയ്ത് പിടികൂടി. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? അയാൾ പറഞ്ഞു, അന അംറു ബിൻ സഅദ അൽ ഖുറലി. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്, അയാൾ ബനൂ ഖുറൈലക്കാരുടെ ആ ചതിക്കാനുള്ള പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തൊരു വ്യക്തിയായിരുന്നു. ലാ അഖ്ദറു ബി മുഹമ്മദിൻ അബദ. അയാൾ ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. ഈ രൂപത്തിൽ എണ്ണപ്പെട്ട ചില ആളുകൾ, അവർ ജൂതർ തന്നെയാണ്, പക്ഷേ അതിനോട് കൂട്ടുനിൽക്കാത്ത ആളുകൾ. ഇപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു അയാളെ തിരിച്ചറിഞ്ഞതോടുകൂടെ അയാളെ പിടികൂടാൻ, വധിക്കാൻ, എന്തും ചെയ്യാം. പക്ഷേ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തില്ല. അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം നൽകുകയാണ്. അപ്പോൾ ഈ വ്യക്തി രക്ഷപ്പെട്ട് ആ ഇരുട്ടിൻ്റെ മറവിൽ അയാൾ നടന്ന് മദീനയിലേക്ക് എത്തി. ആ രാത്രി മദീനയിൽ തങ്ങി. പിന്നീട് അയാൾ പിറ്റേ ദിവസം അയാൾ അപ്രത്യക്ഷനായി, അയാൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. പിന്നീട് അയാളെ സംബന്ധിച്ച് ഒരാളും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പ്രതികരിച്ചു, ദാക റജുലുൻ നജാഹുല്ലാഹു ബി വഫാഇഹി. അയാളുടെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ, അയാൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയുടെ പേരിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അള്ളാഹു അയാളെ സംരക്ഷിച്ചു. അതാണ് റസൂലുള്ളാഹിൻ്റെ പ്രതികരണം. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം അതിനിടയിൽ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഉപരോധം 10-25 ദിവസത്തോട് അടുത്ത സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹും അവർ മുന്നോട്ട് വരികയാണ്. അങ്ങനെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്യുച്ചത്തിൽ പറഞ്ഞു, യാ ഖതീബത്തൽ ഈമാൻ വല്ലാഹി ല അദൂഖന്ന മാ ദാഖ ഹംസ ഔ ലി അഫ്തഹന്ന ഹിസ്നഹും. അപ്പോൾ അദ്ദേഹം പറയണോ, വിശ്വാസികളുടെ സൈന്യമേ, ഒന്നുകിൽ ഞാൻ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായതുപോലെ ഇവിടെ ഷഹീദാകും, അതല്ലെങ്കിൽ ഞാൻ അവരുടെ ആ കോട്ട തുറക്കും. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഈ രണ്ടാളുകൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് കേട്ടതോടുകൂടെ ബനൂ ഖുറൈലക്കാർ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയം നൽകി. അവർ ആ കോട്ട, അതായത് അവർ കീഴടങ്ങി ആ കോട്ടയ്ക്ക് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി അവരെ മുഴുവൻ, അതായത് അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ ബന്ദികളാക്കുകയാണ്. അപ്പോൾ അവർ ഒന്നടങ്കം ആ 10-25 ദിവസത്തെ ഉപരോധത്തിന് ശേഷം കീഴടങ്ങിയിരിക്കുകയാണ്. ഇനി അവർക്കെതിരെയുള്ള വിധി നടപ്പിലാക്കണം. 2 രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഔസുകാർ, ഔസ് ഗോത്രക്കാർ, നമുക്കറിയാം അൻസാറുകൾ പ്രധാനമായിട്ട് 2 ഗോത്രങ്ങളാണ്, ഔസും ഖസ്റജും. അതിൽ ഔസ് ഗോത്രക്കാർ, ഈ ഔസിൻ്റെ ജാഹിലിയ കാലത്ത് അവരുടെ ഹലീഫ് ഹുലഫ, അവരുടെ സഖ്യകക്ഷികളായിരുന്നു ഈ ബനൂ ഖുറൈലക്കാർ. അതേസമയം ഖസ്റജിൻ്റെ സഖ്യകക്ഷികളായിരുന്നു ബനൂ ഖൈനുഖാ. അവരെ നേരത്തെ തന്നെ മദീനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് വിശദമായിട്ട് സീറയുടെ 66-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതാണ്. ഇപ്പോൾ ഈ ഔസ് ഗോത്രക്കാർ ഈ നിർണായക സമയത്ത് റസൂലുള്ളാഹിനെ സമീപിച്ച് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഖസ്റജിൻ്റെ സഖ്യകക്ഷികളോട് കാണിച്ച അതേ കീഴ്വണക്കം തങ്ങളുടെ ഈ പൂർവ്വ സഖ്യകക്ഷിയോടും കാണിക്കണമെന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവരെ ബനൂ ഖൈനുഖായിന് അവർ നേരത്തെ ചെയ്ത അതിക്രമങ്ങൾ കാരണം അവരെ കേവലം പുറത്താക്കാനുണ്ടായത്. അതേ നിലപാട് ഇവരോടും ബനൂ ഖുറൈലയോടും സ്വീകരിക്കണമെങ്കിൽ രണ്ടാളും ചെയ്ത കുറ്റം സമാനായിരിക്കണം. ആ രൂപത്തിലല്ലല്ലോ. അതായത് ബനൂ ഖുറൈലക്കാർ അവർ ചെയ്ത, അതായത് രണ്ടും കരയും കടലും തമ്മിലുള്ള അന്തരമുണ്ട്. ബനൂ ഖുറൈലക്കാർ ചെയ്ത കുറ്റം അതിനേക്കാൾ എത്രയോ ഗൗരവമേറിയതാണ്. അപ്പോൾ ഇവർക്ക് പലതവണയായിട്ട് പല രൂപത്തിലായിട്ട് റസൂലുള്ളാഹി വാണിംഗ് നൽകിയിരുന്നു. ഓർക്കുന്നുണ്ടാകും, ആ മദീനയുടെ ആ ഭരണഘടന സീറയുടെ 50-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചതാണ്. ആ ഭരണഘടന പ്രകാരം നമ്മൾ ഒരു ഉമ്മത്താണ്, ഒരു സമൂഹം പോലെ ഇവിടെ ജീവിക്കും, ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം വകവെച്ചു കൊടുത്തു. അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു ടേം, മദീനയെ ശത്രുക്കൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ പരസ്പരം സഹായിക്കും, സംയുക്തമായിട്ട് ആ മദീന പട്ടണത്തെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു കരാറിൽ അവർ സൈൻ ചെയ്തിരുന്നു. അതിനുശേഷം ആദ്യത്തെ ആ ജൂതഗോത്രം ബനൂ ഖൈനുഖാർ
അവരതിനെ ലംഘിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവരെ പുറത്താക്കി. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് വിഭാഗത്തോട്, അവശേഷിക്കുന്ന രണ്ട് വിഭാഗത്തോട് ആ കരാർ പുതുക്കി വാങ്ങി. രണ്ടാമത്തെ ഗോത്രായിരുന്ന ബനൂ നളീറുകാർ, അവരും ആ കരാർ ലംഘിച്ചു. സീറയുടെ 84-ാമത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചതാണ്. ആ സമയത്തും അവശേഷിച്ചിരുന്ന ഈ ബനൂ ഖുറൈള ഗോത്രക്കാരോട് റസൂലുള്ളാഹി വീണ്ടും ആ കരാർ പുതുക്കി വാങ്ങി. അപ്പം ഇത്തരത്തിൽ വ്യത്യസ്ത അവസരങ്ങൾ നൽകിയിട്ടും അവരാദ്യത്തെ രണ്ട് ഗ്രൂപ്പ് പോയ സമയത്തും അവിടെ തന്നെ തങ്ങാനുള്ള അവസരമെല്ലാം റസൂലുള്ളാഹി നൽകിയിട്ടും അവർ ആ കരാറെല്ലാം പുതുക്കി അവർ സൈൻ ചെയ്തതിന് ശേഷം ശത്രുക്കൾ പുറമേ നിന്നും ആക്രമിക്കാൻ വന്ന സമയത്ത് അവർ പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല, ശത്രുവിന് വേണ്ട എല്ലാ സഹായവും നൽകി കൂടെ നിന്ന് മുസ്ലിങ്ങളെ വഞ്ചിക്കാനും മുസ്ലിങ്ങളെ വധിക്കാനുള്ള ഗൂഢമായിട്ടുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യാണ്. അപ്പോൾ ഖന്തക്ക് യുദ്ധം അവിടെ അരങ്ങേറിയ സമയത്ത് ഇവർ ആ ശത്രുക്കൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം അവർക്കുണ്ടായിരുന്ന ഒരു ഗൂഢ പദ്ധതിയെ സംബന്ധിച്ച് ഈ നഈം ഇബ്നു മസ്ഊദ് അൽ അശ്ജഈ, അയാൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്, അയാൾ രണ്ടും അബൂ സുഫിയാന്റെയും ബനൂ ഖുറൈളക്കാർക്കും ഇടയിൽ അയാൾ പോയിട്ടാണ് അവിടെ വലിയ റോൾ അയാൾ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയ സമയത്തുണ്ടായ ഒരു സംഭവം ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മുസന്നഫ് അബ്ദുർ റസാഖിൽ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഈ നഈം ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയാണ്, ഇന്നി കുൻതു ഇൻദ ഉയൈന ഇബ്നു ഹിസൻ വ അബീ സുഫിയാൻ, ഞാൻ അബൂ സുഫിയാന്റെയും ഉയൈന ഇബ്നു ഹിസൻ അയാളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത് ജാഅഹും റസൂൽ ബനൂ ഖുറൈള, ബനൂ ഖുറൈളയുടെ ഒരു മെസ്സഞ്ചർ, ഒരു ദൂതൻ അവിടേക്ക് വന്നു. ശേഷം അയാൾ പറഞ്ഞു, അനിസ്ബിത്തു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതായത് നിങ്ങൾ ആ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക. മുസ്ലിങ്ങൾ അവിടെ ആ യുദ്ധത്തിൽ വ്യാപൃതരാകുന്ന സമയത്ത് അവരുടെ ആ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറി അവിടെ വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. ഇത് ഈ ബനൂ ഖുറൈളയുടെ ആ മെസ്സഞ്ചർ പറയാണ്. അപ്പം അതായിരുന്നു അവരുടെ ആ പ്ലാൻ അവർ നടപ്പിലാക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് അത് വിജയിച്ചില്ല. ഓർക്കുന്നുണ്ടാകും, മുസ്ലിങ്ങൾ മുഴുവൻ യുദ്ധത്തിന് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം പാർപ്പിച്ച ആ ഫാരി കോട്ടയിലേക്ക് ആ ഇരുളിൻ്റെ മറവിൽ രാത്രി അർദ്ധരാത്രി ആയുധധാരികളായ ഒരു പറ്റം ബനൂ ഖുറൈളക്കാർ അവിടെ വന്നിരുന്നു. അവർ കോട്ടയ്ക്ക് മുകളിലേക്ക് കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൊഫിയ റളിയല്ലാഹു അൻഹയുടെ ധീരമായിട്ടുള്ള ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെയുള്ള ആളുകളെല്ലാം രക്ഷപ്പെട്ടത്. അപ്പോൾ ആ രൂപത്തിൽ അത് എങ്ങാനും പരാജയപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള വഞ്ചന, ട്രീസൺ, ആ കരാറ് ലംഘനം, ഇതെല്ലാം ഇവർ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ രൂപത്തിൽ അവർ വഞ്ചിച്ച സമയത്തും ശത്രുക്കളോടൊപ്പം ചേർന്ന സമയത്തും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു അവസരം നൽകി. അവരുടെ തന്നെ സഖ്യകക്ഷികളായിരുന്ന ഔസ് ഗോത്രത്തിൻ്റെ നേതാവ് ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുയും ഒരു സംഘത്തെയും അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ അവർ പോയ സമയത്തും അവർ കരാറിനെ സംബന്ധിച്ച് വീണ്ടും അവരെ ഉണർത്തി. ആ സമയത്ത് അവർ ആ കരാറ് പിച്ച് ചീന്തിക്കൊണ്ട് ഏത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലെല്ലാം വളരെ ധിക്കാരപരമായിട്ട് സംസാരിച്ച് അവരെ അങ്ങേയറ്റം വിഷമിപ്പിച്ചുകൊണ്ട് അവരെ തിരിച്ചയക്കാനുണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ചെയ്ത കുറ്റങ്ങൾ അങ്ങേയറ്റം ഗൗരവമേറിയതാണ്. മറ്റുള്ള ആ രണ്ട് ഗോത്രങ്ങളോട് സമീപിച്ച അതേ സമീപനങ്ങൾ ഇവരോട് സ്വീകരിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അതേ നടപടി ഇവരോടും സ്വീകരിക്കണം എന്നുള്ള ഔസ് ഗോത്രത്തിൻ്റെ ആ റെക്കമെൻഡേഷൻ റസൂലുള്ളാഹി അത് സ്വീകരിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമാണ്, അത് ഔസ് ഗോത്രക്കാരെ വിഷമിപ്പിക്കും. കാരണം ഖസ്റജിൻ്റെ പൂർവ്വകാല സഖ്യകക്ഷികളെ അവരെ ഇതേ രൂപത്തിൽ നാട് കടത്താൻ ഉണ്ടായത്. അപ്പോൾ അവർ കുറ്റത്തെ സംബന്ധിച്ചല്ല, ആ ഒരു നടപടിയെ സംബന്ധിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന നേതാവ് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ വിധി പറയുന്നതിൽ നിങ്ങൾ സംതൃപ്തരാണോ? അപ്പോൾ ഔസുകാർ അവർ സന്തോഷത്തോടു കൂടെ തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ സംതൃപ്തരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതാവായിട്ടുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്നെ ഈ ഒരു വിഷയത്തിൽ വിധി പറയട്ടെ. അപ്പോൾ അവർ അത്യധികം സന്തോഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ റസൂലുള്ളാഹിൻ്റെ ഹിക്മത്ത് നോക്കുക. അതായത് തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി പറഞ്ഞാൽ, ഒരു തീർപ്പ് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള തൻ്റെ ആ ഒരു അധികാരം, ആ ഒരു സവിശേഷ അധികാരം റസൂലുള്ളാഹി അത് റീകൺസൈൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഹൃദയം കീഴടക്കാൻ വേണ്ടി റസൂലുള്ളാഹി മാറ്റിവെക്കുകയാണ്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ തന്നെ ഒരു അനുയായി അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു നേതാവിനെ വിധി പറയാനുള്ള ഒരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ ബനൂ ഖുറൈള ഗോത്രക്കാർ തന്നെ തങ്ങളുടെ ഈ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് സഅദ് റളിയല്ലാഹു അൻഹു ഈ സമയത്തുള്ളത്? ഓർക്കുന്നുണ്ടാകും, നമ്മളൊരു അല്പം റിവൈൻഡ് ചെയ്യാണ്. സീറയുടെ 96-ാമത്തെ എപ്പിസോഡിൽ ആ ഖന്തക്ക് യുദ്ധം അരങ്ങേറിയ സമയത്ത് ആ കിടങ്ങ് പ്രതിരോധിക്കുന്നതിനിടയിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ഇബ്നു അരിഖ എന്നുള്ള ഒരു ശത്രുവിൽ നിന്നും അമ്പേൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്പർ ഷോൾഡർ ആ ഭാഗത്ത് അമ്പേറ്റ് അവിടെയുള്ള ധമനി പൊട്ടി രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. അപ്പം അദ്ദേഹം ആഴത്തിൽ പരിക്ക് പറ്റിയ ആ യുദ്ധക്കളത്തിൽ വീണ് അവിടെ വെച്ച് നടത്തിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. ഓ അല്ലാ, ഇനിയും ഖുറൈശികളായിട്ട് യുദ്ധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ
എനിക്ക് നീ ആയുസ് നൽകണേ, അതല്ല എങ്കിൽ എനിക്ക് ആ രക്തസാക്ഷിത്വം നൽകണേ. പക്ഷേ ഒരു കണ്ടീഷൻ, ഓ അല്ലാ വലാ തുമിത്നി ഹത്താ തുഖിറ ഐനി മിൻ ബനൂ ഖുറൈള. ആ ബനൂ ഖുറൈളയുടെ വിഷയത്തിൽ എൻ്റെ കൺകുളിർക്ക് അത് കാണുന്നത് വരെ എനിക്ക് ആ ജീവൻ നീ അവശേഷിപ്പിക്കണേ. ആ രൂപത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രയേറെ അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു അവർ ചെയ്ത ആ ചതി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം ആ പരിക്ക് പറ്റിയത് മുതൽ ആ പള്ളിയോട് സമീപത്തുള്ള ഒരു ടെൻറ്റിൽ അദ്ദേഹത്തെ ചികിത്സിച്ച് അവിടെ കിടപ്പിലാണ്. അതായത് എത്ര ദിവസം പിന്നിട്ടിട്ടുണ്ടാവും, അതായത് 20 അല്ലെങ്കിൽ ഒരു മാസത്തോളം ആ പരിക്ക് പറ്റി അദ്ദേഹം ആ ജീവനോട് മല്ലിട്ട് അവിടെ കിടപ്പിലാണ്. അപ്പം അദ്ദേഹത്തെ അവിടെ അസ്ലം ഗോത്രത്തിലുണ്ടായിരുന്ന റുഫൈദ റളിയല്ലാഹു അൻഹ ആ ഒരു നേഴ്സ് അവർ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ സൈനിക ആശുപത്രി എന്നെല്ലാം വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആളുകളെ ഇതേ രൂപത്തിൽ നേഴ്സെല്ലാം വെച്ച് അവർ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പരിചരണത്തിൽ അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അപ്പം അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ട് അവിടെ കിടപ്പിലാണ്. എഴുന്നേറ്റ് നടക്കാനുള്ള ആവതൊന്നുമില്ല. അള്ളാഹു ഒരുപക്ഷെ ആ ഒരു പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രം ആ ജീവൻ നീട്ടിയിട്ടതുപോലെ ആ രൂപത്തിലായിരുന്നു. അങ്ങനെ അവർ വന്ന് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ഒരു കഴുതപ്പുറത്ത് വെച്ച് ആ പ്രവാചക സന്നിധിയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ യാത്രാ വഴിമധ്യ ഔസ് ഗോത്രത്തിലുള്ള ചില ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബൂ അമ്ർ, അദ്ദേഹത്തിൻ്റെ കുനിയയാണ്, അഹ്സിൻ ഫി മവാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിധി പറയാൻ വേണ്ടി നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആ പൂർവ്വ സഖ്യകക്ഷികളോട് നിങ്ങൾ നന്മ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഒരല്പം കാരുണ്യം കാണിക്കുക. അപ്പോൾ അവരുടെ ആ സംസാരമെല്ലാം ആദ്യം മൗനിയായി കേട്ട് നിന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവസാനമായിട്ട് അവരോട് പ്രതികരിച്ചു, ലഖദ് ആന ലി സഅദിൻ അല്ലാ തഅഖുദഹു ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹിൻ്റെ കാര്യത്തിൽ മുഖം നോക്കാതെ ആക്ഷേപകരുടെ ആക്ഷേപമൊന്നും പരിഗണിക്കാതെ വിധി പറയാനുള്ളൊരു അവസരം സഅദിന് ഇതാ കൈവന്നിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, അതായത് അദ്ദേഹം ആ മരണത്തിൻ്റെ വക്കിലാണ്. ഈ ഒരു അവസരത്തിൽ മറ്റുള്ള ആളുകളുടെ സംസാരമോ പ്രലോഭനമോ അതൊന്നും എനിക്ക് വിഷയമല്ല, ന്യായമായിട്ട് ഞാൻ വിധിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ഭാഗത്ത് ആ വിധിയും കാത്ത് ബനൂ ഖുറൈളക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വഹാബികൾക്കിടയിലേക്ക് വന്ന സമയത്ത് ഇപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ശമാഇല വളരെ വെളുത്ത് നീണ്ട് ഭംഗിയുള്ള താടിയുള്ള കാഴ്ചക്കാരുടെ ആ കണ്ണ് റാഞ്ചിയെടുക്കുന്ന രൂപത്തിൽ സുമുഖനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള വ്യക്തിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ഔസുകാരോട് പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങളുടെ ഈ നേതാവിനെ മാനിച്ച് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അവരൊന്നരംഗം എഴുന്നേറ്റ് നിൽക്കുകയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ഒരാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അത് സ്വന്തം കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. മറ്റൊരു സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ സറഹു അൻ യതമസ്സല ലഹു റിജാലു ഖിയാമൻ ഫലിയതബവ മഖഅദഹു മിനന്നാർ. ഞാൻ വരുന്ന സമയത്ത് മറ്റുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം എന്നൊരാൾ അകം കൊണ്ട് ആഗ്രഹിക്കുന്നത് അതൊരു തരം കിബറിന്റെ പ്രതിഫലനമാണ്. കിബറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി കടുകുമണിയോളം അത് ഹൃദയത്തിലുണ്ടെങ്കിലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ സ്വയം ഒരാളത് ആഗ്രഹിക്കുന്നതും ഒരാൾ പറയാതെ എഴുന്നേറ്റ് നിൽക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ ഹദീസിൻ്റെ ഷർഹിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്ലത് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പറയാണ്. ഇവിടെ നിരവധി എക്സെപ്ഷൻ ഈ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമുള്ള ഒരാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരാളെ കാണുന്ന സമയത്തല്ല നമ്മൾ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. അഹങ്കാരത്തോടു കൂടെ ഒരാൾ അത് ആഗ്രഹിക്കുക, എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ അയാൾക്കൊരു മോശം ഫീലിംഗ് അയാളോട്, ആ രൂപത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ ഒരു ഹദീസിൻ്റെ ഗണത്തിൽ വരുന്നത്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അവർ മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഇരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ വിധി പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം ആദ്യം ബനൂ ഖുറൈളക്കാരുടെ ഭാഗത്തേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചു, ഈ ഒരു വിഷയത്തിൽ ഞാൻ വിധി പറയുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ നഅം, ഞങ്ങൾ തൃപ്തരാണ്. ശേഷം അദ്ദേഹം തൻ്റെ ഗോത്രം ഔസ് ഗോത്രക്കാരിലേക്ക് നോക്കി അദ്ദേഹം അതേ ചോദ്യം ആവർത്തിച്ചു. അവരും ഒന്നടങ്കം അവരും പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ തൃപ്തരാണ്. ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി, വഹുവ മുഅരിദുൻ ബിവജ്ഹിഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്ലാലൻ വ ഇക്റാമൻ. റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് കാരണം റസൂലുള്ളാഹിനെ അവിടെ നിർത്തിയിട്ട് അദ്ദേഹം വിധി പറയാണ്. റസൂലുള്ളാഹിൻ്റെ മുഖത്ത് നോക്കാതെ മുഖം താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം അതേ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി മറുപടിയായിട്ട് പറഞ്ഞു, നഅം, അതെ. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ബനൂ ഖുറൈള അടക്കമുള്ള മുഴുവൻ ആളുകളും തൃപ്തരാണെന്ന് പറഞ്ഞ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ആ വിധി പ്രസ്താവിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ ബനൂ ഖുറൈളയിലുള്ള യോദ്ധാക്കളായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷന്മാരെ അവരെ വധിക്കുക. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിലും തഖ്തുലു മുഖാത്തിലതഹും, രണ്ടാമതായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കുക, സമ്പത്ത് പങ്കുവെക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. അപ്പോൾ ആ വിധി കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ,
ലഖദ് ഹക്കംത ബി ഹുക്മില്ലാഹി മിൻ ഫൗഖി സബ്അ സമാവാത്ത്, അല്ലെങ്കിൽ ബി ഹുക്മിൽ മലിക്, അള്ളാഹുവിൻ്റെ ആ വിധിയാണ് താങ്കൾ പ്രസ്താവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വിധി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതായിരുന്നില്ല, മറിച്ച് അവരുടെ വേദഗ്രന്ഥം അനുസരിച്ച്, അവരുടെ തോറ അനുസരിച്ചുള്ള ആ ശിക്ഷാവിധി തന്നെയാണ് സഅദ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്. പഴയ നിയമത്തിൽ ഇന്നും നമുക്കത് കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു പട്ടണം കീഴടക്കിയാൽ അവരുമായിട്ട് നിങ്ങൾ സമാധാന സന്ധി ഉണ്ടാക്കുക, സന്ധിക്ക് അവർ തയ്യാറാകാതെ നിങ്ങളായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഉപരോധിക്കുക. ഇനി ആ ഉപരോധത്തിൽ ദൈവം നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്തി തരികയാണെങ്കിൽ അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ വാളിനിരയാക്കുക, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദിയാക്കുക. നിങ്ങൾ ആ ഒരു ഭാഗം വായിച്ചു നോക്കുക. അത് മാത്രമല്ല, ബനു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അത് നടപ്പിലാക്കിയതിൻ്റെ തന്നെ ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിലെ 31-ാമത്തെ അധ്യായത്തിൽ മോശെ പ്രവാചകൻ മിദിയാൻ അല്ലെങ്കിൽ മദായിനുകളോടുള്ള യുദ്ധം, ആ യുദ്ധം ചെയ്ത സമയത്ത് അവിടെയുള്ള 5 രാജാക്കന്മാരടക്കം സുർഹുർ, അവീം, റാഖീം, ഇതേ രൂപത്തിലുള്ള 5 രാജാക്കന്മാരെ, അതേപോലെ തന്നെ അവിടെയുള്ള പുരുഷന്മാരെ മുഴുവൻ വധിച്ച് സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തടവുകാരായിട്ട് പിടിച്ചതിനെ സംബന്ധിച്ചെല്ലാം ആ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം അവരെ അർഹിക്കുന്ന അവരുടെ വേദഗ്രന്ഥപ്രകാരം തന്നെയുള്ള ശിക്ഷയാണ് അവർക്ക് വിധിച്ചത്. അപ്പം പച്ചയായിട്ട് പലതവണ കരാറ് ലംഘിച്ചു. മറ്റൊരു കാര്യം, ഇനി ഇവരെ പുറത്താക്കുകയാണെന്ന് കരുതുക. ഇപ്പം നേരത്തെ 2 വിഭാഗത്തെ പുറത്താക്കിയ സമയത്ത് അവർ പുറത്തു പോയിട്ട് ചെയ്യുന്ന പണി എന്താണ്? ഇപ്പം യഥാർത്ഥത്തിൽ ആ ഖന്തക്ക് യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഖന്തക്കിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ പുറത്തുപോയ ജൂതന്മാരാണ്. അവിടെ ഉണ്ടായിരുന്ന ബനു നദീർ ഗോത്രം, ഹുയൈ ബിൻ അഖ്തബും മറ്റുമാണ് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളെ പ്രലോഭിപ്പിച്ച് ഇത്രയും വലിയ സംഘമായിട്ട് വന്നത്. അപ്പം ഈ രൂപത്തിലാണ് അവർ, ഇപ്പം ഇവരും കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ അവരൊരുമിച്ച് ഇതേ രൂപത്തിലുള്ള വലിയ തലവേദനകൾ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങൾക്ക് അറുതി വരുത്താൻ, അതേപോലെ മുസ്ലിങ്ങളായിട്ട് സഖ്യത്തിലുള്ള നിരവധി ഇതര ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മെസ്സേജ് കൂടെയാണ്, ഈ രൂപത്തിൽ നിങ്ങൾ വഞ്ചിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ, അതിന് വല്ല പദ്ധതി ഉണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഗതി എന്നുള്ള ഒരു വലിയ മെസ്സേജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു നടപടിയിലൂടെ കൈമാറുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബനൂ ഖുറൈദക്കെതിരെ സ്വീകരിച്ച നടപടി, അത് ആ ഒരു ചരിത്രത്തെ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ഏതൊരു ചരിത്രകാരനും, അത് ആധുനികാകട്ടെ പൗരാണികാകട്ടെ, അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഇന്ന് നമ്മുടെ നൂതനമായിട്ടുള്ള നിയമവ്യവസ്ഥയിലും ഇപ്പോൾ രാജ്യദ്രോഹം, ട്രീസൺ, ഇതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ സമാനമായിട്ടുള്ള ശിക്ഷാവിധിയാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തെ അയൽ രാജ്യം, ഏതെങ്കിലും രാജ്യം പുറത്തുള്ള രാജ്യം ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ചില ആളുകൾ ആ ശത്രു രാജ്യത്തിന് വേണ്ട എല്ലാ സഹായവും സൗകര്യമെല്ലാം ചെയ്തു കൊടുത്ത് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണെങ്കിൽ, അത് പിന്നീട് പിടിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ശിക്ഷയാണ് നൽകാറുള്ളത്? സമാനമായിട്ടുള്ള അതേ ശിക്ഷാവിധിയാണ് അക്കാലഘട്ടത്തും അവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാർ, ഗ്രന്ഥകാരന്മാരാണ് ഈ വിഷയത്തെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയത്. ഓർക്കുന്നത് RVC ബോഡ്ലി, അദ്ദേഹം ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ്, അതേപോലെ തന്നെ ആർമി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ദ മെസ്സഞ്ചർ ലൈഫ് ഓഫ് മുഹമ്മദ് എന്നുള്ള ഗ്രന്ഥം, അതിൻ്റെ 202-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ്, ആ ബനൂ ഖുറൈദക്കെതിരെ നടപ്പിലാക്കിയ ശിക്ഷ അത് അനിവാര്യമായിരുന്നു. കാരണം അവരുടെ ആ കരാർ ലംഘനത്തിന് ശിക്ഷ നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അദ്ദേഹം വിലയിരുത്തുകയാണ്. ശേഷം അദ്ദേഹം പറയുകയാണ്, ആ ശിക്ഷ നടപ്പിലാക്കിയത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഇതര ഗോത്രക്കാർ അവർ കരാർ ലംഘനത്തെയും വഞ്ചനയെല്ലാം അവർ ഭയപ്പെടാൻ തുടങ്ങി. കാരണം മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനം നടപ്പിലാക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവർ നേരിൽ കണ്ടു. ആ ഒരു മെസ്സേജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുകയായിരുന്നു. അദ്ദേഹം വിലയിരുത്തുകയാണ്. അതേപോലെ തന്നെ വീണ്ടും ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആയിരുന്ന പ്രസിദ്ധനായിട്ടുള്ള സ്റ്റാൻലി ലെയ്ൻ പോൾ, അദ്ദേഹത്തിൻ്റെ ദ സെലക്ഷൻ ഫ്രം ഖുർആൻ, ആ ഗ്രന്ഥത്തിൻ്റെ 75-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തെ, അതും പുറമേയുള്ള ശത്രുക്കൾ അവരെ വളഞ്ഞ സമയത്ത് വഞ്ചിച്ചവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വഞ്ചകരായിട്ടുള്ള ആ ഗോത്രത്തെ വധിച്ചതിൽ അത്ഭുതപ്പെടാനില്ല, അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ബനൂ ഖുറൈദ വിഷയത്തിൽ വിമർശകർ പൊതുവായിട്ട് സ്വീകരിച്ചിട്ടുള്ള അവരുടെ ഒരു നിലപാട് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. അവർ ആ ബനൂ ഖുറൈദ ആകുന്ന മൊത്തം ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കുന്നത്, മറിച്ച് ആ മൊത്തം ചിത്രത്തിൽ നിന്നും ഒരൊറ്റ പസില്, അതായത് ആ വധശിക്ഷ നടപ്പിലാക്കിയ ആ പസില് മാത്രം അവർ ഊരിയെടുക്കുകയാണ്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് മാത്രമാണ് അവർ സംസാരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ആ വിഷയത്തോട്, ആ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. മൊത്തം ചിത്രം വെച്ച് വേണം അതിനെ വിലയിരുത്താൻ. അതായത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചിത്രത്തിൻ്റെ ആ ക്ലൈമാക്സ് സീന് മാത്രം വെട്ടിയെടുത്തിട്ട്, അതിൽ നായകൻ വില്ലനെ വധിക്കുന്ന ആ ഭാഗം മാത്രം വെട്ടിയെടുത്തിട്ട് ആ വില്ലനോട് കാണിക്കുന്ന ആ സിമ്പതി, അയാൾ എന്തിനു വധിച്ചു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അത് റിവൈൻഡ് ചെയ്ത്, ആ ചരിത്രം റിവൈൻഡ് ചെയ്ത് ആദ്യം മുതൽ നിങ്ങൾ കാണേണ്ടതുണ്ട്. അതേപോലെ ആ ഹന്തക്ക് മുതലുള്ള ആ ചരിത്രം, അവർ എന്തുകൊണ്ടാണ് അതിന് അർഹരായത് എന്നുള്ള ആ ചരിത്രം, അത് മുതൽ വേണം വായിച്ചു തുടങ്ങാൻ. അങ്ങനെ വായിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് എല്ലാ അർത്ഥത്തിലും അനിവാര്യമായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിനോടൊപ്പം
ചില വിമർശകരായിട്ടുള്ള ആളുകൾ ഇതിനെ ജൂതവിരോധമായിട്ടെല്ലാം ആൻറ്റിസെമിറ്റിസ് ആയിട്ടെല്ലാം വളച്ചൊടിക്കാറുണ്ട്. അതും ആ ചരിത്രത്തെ നോക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തിൽ ആ ഗോത്രങ്ങൾ ഓരോ ഗോത്രങ്ങൾ ഇതേ രൂപത്തിൽ ലംഘിച്ച സമയത്തും റസൂലുള്ളാഹി മൊത്തത്തിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല. ലംഘിച്ച ആളുകൾക്ക് എതിരെ മാത്രമാണ് റസൂലുള്ളാഹി നടപടി സ്വീകരിച്ചത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ ഒരു അല്പം മുമ്പ് കണ്ടു, മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു അതിൽ പങ്കുചേരാത്ത ഒരു വ്യക്തി അംർ ബിൻ സഅദ, അയാൾ രക്ഷപ്പെട്ട സമയത്ത് അയാളെ ഇഗ്നോർ ചെയ്യാണ്, അയാൾക്ക് പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അത് ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന സമയത്തും അവിടെ നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു. അതായത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ ആ ശിക്ഷയ്ക്ക് അർഹരാക്കിയത് അവരുടെ ഗോത്രോ അല്ലെങ്കിൽ അവരുടെ മതമോ അതൊന്നും ആയിരുന്നല്ല, മറിച്ച് അവരുടെ പ്രവൃത്തി കാരണമാണ് അവർ ആ ശിക്ഷയ്ക്ക് അർഹരായത്. അത് ഇസ്ലാമിക ചരിത്രത്തിലുടനീളം, ഞാൻ നേരത്തെ ആ ബനൂ ഖൈനുഖ വിശദീകരിച്ച സമയത്ത് ആ സീറയുടെ 66-ാമത്തെ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ആ ചരിത്രത്തിലുടനീളം ജൂതന്മാരോട് മുസ്ലിങ്ങൾ പുലർത്തിയ ആ സഹിഷ്ണുതയെ സംബന്ധിച്ചും ആ സഹവർത്തിത്വത്തിൻ്റെ ചരിത്രമെല്ലാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിധിപ്രകാരം ആ ബനൂ ഖുറൈദ ഗോത്രത്തിലുള്ള പ്രായമായിട്ടുള്ള പുരുഷന്മാർ ആ ഭടന്മാർക്ക് മീതെ ആ വധശിക്ഷ നടപ്പിലാക്കുകയാണ്. അതിനിടയിൽ അരങ്ങേറുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ സീറാ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെ എല്ലാം മുഖ്യ സൂത്രധാരൻ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച് ഈ ബനൂ ഖുറൈദ ഗോത്രത്തലവൻ കഅബ് ബിൻ അസദ് ആദ്യത്തിൽ അയാളൊരു വിമുഖത കാണിച്ചിരുന്നു, അയാളെല്ലാം പറഞ്ഞതിലേക്ക് വീഴ്ത്തിയ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി ബനൂ നദീർ ഗോത്രത്തിലുണ്ടായിരുന്ന ഹുയൈ ബിൻ അഖ്തബ്, അയാൾ ഈ സമയത്ത് ആ കോട്ടക്കകത്തുണ്ട്. അയാൾക്ക് മീതെ ആ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ നല്ല വിലപിടിപ്പുള്ള ഒരു സിൽക്കിൻ്റെ വസ്ത്രമെല്ലാം ധരിച്ചിരുന്നു. ശേഷം അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാസ് ചെയ്ത സമയത്ത് റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, മുസന്നഫിൽ ഉദ്ധരണി കാണാൻ സാധിക്കും, അമാ വല്ലാഹി മാ ലുംതു നഫ്സി ഫി അദാബത്തിക, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളോട് ശത്രുത കാണിച്ചതിൽ ഞാൻ ഒരല്പം പോലും ഖേദിക്കുന്നില്ല, എനിക്കൊരു കുറ്റബോധമില്ല. ആ അവസാന നിമിഷത്തും അയാൾ ആ നിഷേധം തുറന്നു പറയാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം ശേഷം പറയുന്ന കാര്യം, വലാകിന്നഹു മൻ യുഖ്ദലുല്ലാഹ യുഖ്ദൽ, ആര് അള്ളാഹുവിനെ നിന്ദിക്കുന്നുവോ അവന് തീർച്ചയായിട്ടും നിന്ദിതനാകും. അയാൾ പറയാണ് അവസാനം, അതായത് അള്ളാഹിനോട് ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അവസാനം അയാളെ കീഴടക്കും. അയാളുടെ ആ ജീവിത പാടാണ് അവിടെ പങ്കുവെക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അയാൾ തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതിനുശേഷം അയാൾ സുമ്മ അക്ബര അലന്നാസ്, അയാൾ ആ സ്വന്തം ജനതയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, ഇത് ദൈവത്തിൻ്റെ നമുക്കുള്ള വിധിയാണ്. ഇസ്രായേൽ സന്തതികൾക്ക് ഈ രൂപത്തിലുള്ളതെല്ലാം വരുമെന്ന് ദൈവം നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ രൂപത്തിലെല്ലാം അയാൾ അവസാനമായിട്ട് സംസാരിക്കുകയാണ്. അതെല്ലാം പറഞ്ഞ് അയാൾ നടന്നു നീങ്ങുകയാണ്, അയാൾക്ക് മീതെ ആ ശിക്ഷ നടപ്പിലാക്കുകയാണ്. അതേപോലെ തന്നെ ഈ ബനൂ ഖുറൈദ ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന കഅബ് ബിൻ അസദ് അൽ ഖുറളി, അയാൾ ആദ്യത്തിൽ നല്ല രൂപത്തിലെല്ലാം നിന്നിരുന്നു. പിന്നീട് ഈ ഹുയൈ ബിൻ അഖ്തബിൻ്റെ ആ ഒരു വാക്കിലെല്ലാം പെട്ട് അതിൽ ആ ഒരു വഞ്ചനയിൽ അയാളും കൂട്ടുകൂടുമായിരുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാസ് ചെയ്ത സമയത്ത് റസൂലുള്ളാഹി അയാളെ നോക്കി. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, കഅബ് ബിൻ അസദ് അല്ലേ? അയാൾ പറഞ്ഞു അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇബ്നു ഖറാഷിൻ്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഗതി നിങ്ങൾക്ക് വരുമായിരുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു അലം, ഈ ഇബ്നു ഖറാഷ് എന്നുള്ളത് അവരുടെ ഒരു വലിയ റാബായി, അതായത് ഒരു ജൂത പുരോഹിതനായിരുന്നു മുമ്പ് ജീവിച്ച. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള സുവിശേഷവും ഒരു പ്രവാചകൻ വരും, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണം എന്നുള്ള സൂചനകളും കൽപ്പനകളെല്ലാം ഇവർക്ക് നൽകിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി രണ്ടാമതായിട്ട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എന്നെ സത്യപ്പെടുത്തിയിരുന്നു, എന്നെ പിൻപറ്റാൻ വേണ്ടി നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ? അപ്പോൾ അതെല്ലാം ഈ കഅബ് ബിൻ അസദ് അതെല്ലാം അംഗീകരിക്കുകയാണ്. ഇത് കേട്ട് കഅബ് ബിൻ അസദ് മറുപടിയായിട്ട് പറയാണ്, യാ അബുൽ ഖാസിം, റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, തൗറാത്താണ്, നിങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാണ്, മുഴുവൻ സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ജനത, ഞാൻ ആ ജീവന് ഭയന്ന ആ വിശ്വാസം ഉപേക്ഷിച്ചുവെന്ന് അവരും എൻ്റെ ജനത എന്നെ കളിയാക്കില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പിൻപറ്റിയേനെ. പക്ഷേ ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് അയാൾ മറുപടിയായിട്ട് പറയുകയാണ്. അങ്ങനെ അയാളുടെ മീതെയും ആ ശിക്ഷ നടപ്പിലാക്കുകയാണ്. അതേപോലെ തന്നെ അതിനിടയിൽ അരങ്ങേറിയ മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഭവം ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ആ ബനൂ ഖുറൈലയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി സുബൈർ ബിൻ ബത്വ അൽ ഖുറളി, അയാളെ നേരത്തെയും സീറത്ത് ഇബ്നു ഇസാഖിൽ ഈ ഖന്തക്ക് യുദ്ധ സമയത്തും അയാളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഈ കഅബ് ബിൻ അസദ് ആ ചതിയിലെല്ലാം കൂട്ടുനിന്ന് അവസാനം ആ നുഐം ബിൻ മസ്ഊദ് അയാൾ രണ്ട് ഭാഗത്തെയും തെറ്റിദ്ധരിപ്പിച്ച സമയത്ത് ഏകദേശം അവർ എല്ലാ പ്ലാനും പാളിയെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഈ സുബൈർ ബിൻ ബത്വ അവിടെ വെച്ച് അയാൾ പറയുന്നുണ്ട്, ഇത് നല്ലതിനല്ല, കാരണം ഒരല്പം കഴിയുമ്പോൾ ഇവിടെയുള്ള ഖുറൈശികളും ഖത്ഫാൻ ഗോത്രക്കാരെല്ലാം ഇവിടം വിട്ടു പോകും, അവസാനം നമുക്ക് വാളുകൾ മാത്രമാകും ബാക്കിയാകുക. അപ്പോൾ അതായത് വരാനിരിക്കുന്ന ആ ചതിയുടെ പരിണിത ഫലം അയാൾ നേരത്തെ തന്നെ അവിടെ സംസാരിക്കുന്നതായിട്ട് സീറ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ സുബൈർ ബിൻ ബത്വ എന്നുള്ള വ്യക്തി. അപ്പോൾ അയാളും ഈ സമയത്ത് ആ കോട്ടക്കകത്തുണ്ട്. അയാൾക്ക് മീതെ ആ ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ്
മുസ്ലിങ്ങളിൽപ്പെട്ട സ്വഹാബി സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ പ്രവാചകരെ, ഈ വ്യക്തി അതായത് സുബൈർ ബിൻ ബത്വ അയാൾ ബുആത്ത് യുദ്ധകാലത്ത് ഒരിക്കലും എനിക്ക് വലിയൊരു ഫേവർ ചെയ്തിട്ടുണ്ട്, എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെനിക്ക് തിരിച്ച് ചെയ്യാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അയാളെ വിട്ടു തരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് അയാളെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് ജൂതന്മാരെ അല്ലെങ്കിൽ ജൂതനായതുകൊണ്ടായിരുന്നില്ല, ഇതേ രൂപത്തിലുള്ള ചില എക്സ്ക്യൂസ് എല്ലാം റസൂലുള്ളാഹി നൽകുന്നുണ്ട്. അപ്പോൾ അയാൾ തിരിച്ചു വന്നു. അയാൾ സാബിത്തിനെ കണ്ട സമയത്ത് നന്ദിയെല്ലാം പറഞ്ഞു. ശേഷം അയാൾ പറഞ്ഞു, ഈ സുബൈർ ബിൻ ബത്വ പറഞ്ഞു, ഓ സാബിത്ത്, ഞാൻ സ്വതന്ത്രനായി, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ ഫാമിലിയും എനിക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പോൾ ഈ സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അയാളുടെ ആ ഫാമിലിയെയും വിട്ടുകൊടുക്കാവോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും സമ്മതിച്ചു. അങ്ങനെ അയാളുടെ ഫാമിലിയും കൂടെ അയക്കുകയാണ്. ശേഷം അയാൾ വീണ്ടും പറയുന്നുണ്ട്, ഫാമിലിയൊക്കെ ആയി, പക്ഷേ സമ്പത്തൊന്നുമില്ലാതെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? എനിക്ക് വലിയൊരു ഈത്തപ്പനത്തോട്ടം അവിടെ ഉണ്ടായിരുന്നു, അത് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും റസൂലുള്ളാഹിനെ സമീപിച്ചു, അതേ ആവശ്യം ഉന്നയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും അനുവദിക്കുകയാണ്. അപ്പോൾ അയാൾ ആവശ്യപ്പെട്ടതെല്ലാം അയാൾക്ക് ലഭിക്കുകയാണ്. ശേഷം അയാൾ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അയാളുടെ ചില സുഹൃത്തുക്കളെ സംബന്ധിച്ച്, ബനൂ ഖുറൈദയിലുണ്ടായ ചില സുഹൃത്തുക്കളെ സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് മീതെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ അത് കേട്ട സമയത്ത് അയാൾ പറഞ്ഞു, അവരൊന്നുമില്ലാതെ ഞാൻ മാത്രം എങ്ങനെയാണ് ജീവിക്കുക? ഒരാൾ പറഞ്ഞു, എന്നെ അവരോടൊപ്പം ചേർക്കണം. അതായത് ഈ ഒരു എക്സ്ക്യൂസ് എനിക്ക് വേണ്ടതില്ല, ഞാൻ ആ വധശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് അയാൾ സ്വയം അതിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. അതൊരു സംഭവം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃ സഹോദരിമാരിൽ ഒരാളായിരുന്ന സൽമ ബിൻത്ത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവർ ആ ബനൂ ഖുറൈദയിൽപ്പെട്ട റിഫാ ഇബ്നു സാമുവൽ അൽ ഖുറളി, അയാൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതേ രൂപത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിട്ടുതരാൻ ആവശ്യപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി അയാളെ വിട്ടുകൊടുക്കുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്തിയ അൽ ഖുറളി ഇതേ രൂപത്തിൽ എക്സ്ക്യൂസ് നൽകി വിട്ട ആളാണ്. അയാളും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എണ്ണപ്പെട്ട ചില ആളുകൾ എക്സ്ക്യൂസുകളെല്ലാം നൽകി വിട്ടയക്കുന്നുണ്ട്. ബാക്കിയുള്ള മുഴുവൻ പുരുഷന്മാരെയും ഭടന്മാരെയും അവർക്ക് മീതെ ആ വധശിക്ഷ നടപ്പിലാക്കുകയാണ്. അത് എത്ര ആൾ എന്നുള്ളതിൽ ഇഖ്തിലാഫ്, സീറ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. മുസ്നദിൽ 400 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ചില ഗ്രന്ഥങ്ങൾ 600, 700 ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത നമ്പറുകൾ ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ യോദ്ധാക്കളായിട്ടുള്ള പുരുഷന്മാർ, അതിനിടയിൽ ഒരു സ്ത്രീനാമം കടന്നു വരുന്നുണ്ട്. ഓർക്കുന്നുണ്ടാകും, അവർ ആ ബനൂ ഖുറൈദ കോട്ട ഉപരോധിച്ച സമയത്ത് ഈ സ്ത്രീ ആ ഒരു വലിയ ആട്ടുകല്ല് താങ്ങിയെടുത്ത് ആ കോട്ടയ്ക്ക് മുകളിലേക്ക് പോയിട്ട് അവിടെ താഴെ നിൽക്കുന്ന ഒരു സ്വഹാബിയുടെ തലയിലേക്കിട്ട് ഖലാദ് ബിൻ സുവൈദ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചിരുന്നു. അപ്പോൾ ആ വധിച്ചത് കാരണം ആ സ്ത്രീയെ അവർ കൈയോടെ പിടികൂടുകയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് നേരെയും ആ ശിക്ഷ അവർ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് മീതെ ആ ശിക്ഷയെല്ലാം നടപ്പിലാക്കിയതിന് ശേഷം അവരുടെ ബനൂ ഖുറൈദക്കാരുടെ സ്വത്ത് വിഭജിക്കപ്പെട്ടു. അവരുടെ ആ കോട്ട തുറന്ന സമയത്ത് അതിനകത്ത് മുസ്ലിങ്ങളെ തുരത്താൻ വേണ്ടി അവർ 1500 വാളുകളും 2000-ഓളം കുന്തങ്ങളും അതേപോലെ തന്നെ നിരവധി ആയുധങ്ങളെല്ലാം അവർ ഒരുക്കി വെച്ചിരുന്നു. അതെല്ലാം മുസ്ലിങ്ങൾക്ക് ഗനീമത്തായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ആ ഒരു സംഭവം അവസാനിക്കുന്നത്. അങ്ങനെ ആ ബനൂ ഖുറൈദക്കാരുടെ ആ വിധി നടപ്പിലാക്കിയതോടുകൂടെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുറിവ് പൊട്ടി. ഒരു ദിവസം രാത്രി മുറിവ് പൊട്ടി ആ ടെൻറ്റിൽ നിന്നും പുറത്തേക്ക് രക്തം ധാരാളമായിട്ട് ഒഴുകാൻ തുടങ്ങി. സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വീട്ടിലാണ്. അങ്ങനെ ആ വീട്ടിൽ രാത്രിയുടെ ഒരു മധ്യസമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഖാല യാ മുഹമ്മദ് മൻ ഹാദൽ മയ്യിത്തുല്ലദീ ഫുതിഹത് ലഹു അബ്വാബ സമാ വഹ്തസത് ലഹുൽ അർഷ്. ഓ പ്രവാചകരെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ ആകാശ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അർഷ്, അള്ളാഹുവിൻ്റെ ആ സിംഹാസനം അത് വിറക്കുകയും ചെയ്യുന്നുണ്ട്. ആരാണത്? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാം. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി എഴുന്നേൽക്കുകയാണ്. ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരീഅൻ യജുറു സൗബഹു ഇലാ സഅദ്. റസൂലുള്ളാഹി ഉടനെ തന്നെ വസ്ത്രം മാറി അതിവേഗത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോവാണ്. റസൂലുള്ളാഹിനെ അനുഗമിച്ച ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ നടന്നിട്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ എത്തുന്നില്ല, അത്രയും വേഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ റസൂലുള്ളാഹി ധൃതിപ്പെട്ട് ആ ടെൻറ്റിൽ പോയി നോക്കിയ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായിട്ടുള്ള ആ വാക്കുകൾ പറയുന്നത്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലി മൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിൻ്റെ ആ മരണം കാരണം പരമകാരുണ്യകൻ്റെ അള്ളാഹുവിൻ്റെ ആ സിംഹാസനം വിറച്ചു, അത് കുലുങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അത് വിറക്കാനുള്ള കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മാവ് തിരികെ വരുന്നതിലുള്ള ആ ഫറഹ്, ആ സന്തോഷം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ശുഹദാക്കളുടെ ആത്മാവ്
ഒരു പച്ച വർണ്ണത്തിലുള്ള ഒരു പക്ഷിയിലായിരിക്കും. ആ പക്ഷി സ്വർഗത്തിലുടനീളം പാറിപ്പറന്ന് നടക്കും. ശേഷം സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ലഹ ഖനാദീൽ മുഅല്ലഖത്തും ബിൽ അർഷ്, ആ പക്ഷി വന്ന് കൂടുകൂട്ടുന്നത് അർഷിന് താഴെയാണ്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ആത്മാവ് തിരിച്ചു വരുന്നതിലുള്ള ആ ഫർഹ്, ആ സന്തോഷം കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഉദ്ധരണിയിലും പറയുന്നുണ്ട്, ഇസ്തസ്സൽ അർഷു ലിഹുബ്ബി ലിഖാ അല്ലാഹി സഅദ് ഇബ്നു മുആദ്. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നതിലുള്ള ആ ഒരു ഫർഹ്, ആ ഒരു സന്തോഷം കാരണം അള്ളാഹുവിൻ്റെ ആ സിംഹാസനം വറച്ചു എന്നുള്ളത്. ഏതുപോലെയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഉഹുദ് മലയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ മല, ഉഹുദ് മല നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ആ ഉഹുദ് മലയുടെ മീതെയായ സമയത്ത് ആ ഉഹുദ് മല അതിങ്ങനെ വിറക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലിങ്ങനെ തട്ടിക്കൊണ്ട് ഉസ്ബുത് യാ ഉഹുദ് ഫഇന്ന റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഉഹുദേ നീ അടങ്ങുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അതിലിങ്ങനെ ടാപ്പ് ചെയ്യുന്നുണ്ട്. സമാനമായിട്ട്, അതായത് അവരുടെ ആ ഒരു മഹത്വം കാരണം, അല്ലെങ്കിൽ ആ തിരിച്ചു വരുന്നതിലുള്ള സന്തോഷം കാരണം ആ അർശ് കുലുങ്ങി. ആ രൂപത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം ആ മരണാനന്തര ക്രിയകൾക്കെല്ലാം ശേഷം അവർ അത് ഖബറടക്കാൻ വേണ്ടി ആ ജനാസയും ചുമന്ന് അവർ ഒന്നടങ്കം ആ ബഖീഉൽ ഖർഖദിലേക്ക് അവർ നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നസാഇ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഫുത്തിഹത്ത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. വശഹിദ സബഊന അൽഫം മിനൽ മലായിക, ഭൂമിയിലേക്ക് അതുവരെ വന്നിട്ടില്ലാത്ത 70,000 മലക്കുകൾ അവർ ഒന്നടങ്കം ആ ജനാസയിൽ അവർ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ മലക്കുകളുടെ ആ തിങ്ങി നിറഞ്ഞ സാന്നിധ്യം ആ ജനാസയോടൊപ്പം ഉണ്ടായിരുന്നു. അത് അവർക്ക് പല രൂപത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് അവരാ മയ്യത്ത് ചുമന്ന സമയത്ത് തീരെ ഭാരമില്ലാത്ത, തൂവല് പോലെ തീരെ ഭാരമില്ലാത്ത രൂപത്തിൽ അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കപടവിശ്വാസികളായിട്ടുള്ള ചില ആളുകൾ, അവർക്ക് ജാഹിലിയ കാലത്ത് ഒരാൾ മരണപ്പെട്ട് അയാളുടെ മയ്യത്ത് നല്ല ഭാരം ഉണ്ടെങ്കിൽ അത് നല്ലൊരു ശുഭസൂചനയായിട്ടുള്ള അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് തീരെ കനമില്ലാതെ അനുഭവപ്പെട്ട സമയത്ത് അവർ ചിലതെല്ലാം പറയാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുർമുദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നൽ മലായികത കാനത്ത് തഹ്മിലുഹു, നിങ്ങൾ മാത്രമല്ല മലക്കുകളും അതിനെ വഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ അവരൊന്നടങ്കം ആ ജനാസയും വഹിച്ച് ബഖീലെത്താണ്. ബഖീലെത്തി ആ ഖബറടക്കാനുള്ള നടപടികൾ ആരംഭിച്ച സമയത്ത് ആ സ്വഹാബികൾ മുഴുവൻ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തസ്ബീഹ് ചൊല്ലുകയാണ്. അപ്പോൾ മുഴുവൻ സ്വഹാബികളും, ആ ബഖീൽ തിങ്ങിക്കൂടിയ മുഴുവൻ സ്വഹാബികളും അത് ഏറ്റു ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് ഒരല്പം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് 3 തക്ബീറുകൾ, അല്ലാഹു അക്ബർ, റസൂലുള്ളാഹി 3 തവണ അല്ലാഹു അക്ബർ പറഞ്ഞു. പിന്നീട് ആ ഖബറടക്കിയതിന് ശേഷം സ്വഹാബികൾ റസൂലുള്ളാഹിനോട് വന്ന് അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ മയ്യത്ത് ഖബറടക്കിയ ഉടനെയുള്ള ആ ഖബറിൻ്റെ ആ പിടുത്തം, ആ ഞെരിക്കൽ, ലൊമ്മത്തുൽ ഖബർ, അത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട സമയത്താണ് റസൂലുള്ളാഹി ഉറക്ക തക്ബീർ ചൊല്ലിയത്. അതായത് ഏതൊരു മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആദ്യത്തിലുള്ള ആ ഒരു ഞെരുക്കം, ഹദീസിൽ, സ്വഹീഹായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നലിൽ ഖബറി ലൊമ്മ, ഏതൊരു മയ്യത്തിനും ആ ഒരു ലൊമ്മത്ത്, ആ ഒരു ഞെരുക്കം അത് അനുഭവിക്കേണ്ടി വരും. ലൗ നജ അഹദും മിൻ ലൊമ്മത്തിൽ ഖബർ ലനജ സഅദ് ഇബ്നു മുആദ്, ഏതെങ്കിലും ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും അത് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മയ്യത്ത് ഖബറിലേക്ക് വെച്ച ഉടനെയുള്ള ആ ഒരു ഞെരുക്കം, മുമ്പൊരു പണ്ഡിതൻ മനോഹരമായിട്ട് നൽകിയൊരു ഉപമ ഓർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട മാതാവിന് ഒരുപാട് കാലം പിരിഞ്ഞ് കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് മാതാവ് നമ്മളെ കാണുന്ന ഉടനെ തന്നെ നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. അതേ രൂപത്തിൽ നമ്മൾ മിൻഹ ഖലഖ്നാക്കും, നമ്മൾ ആ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ മടങ്ങുന്ന സമയത്ത് ആദ്യത്തിലുള്ള ആ ഒരു ക്യൂട്ട് അഗ്രഷൻ എന്നെല്ലാം പറയാം. അതേ രൂപത്തിൽ അവർ ചേർത്ത് പിടുത്തം, അത് ഏതൊരാളും അതിലൂടെ കടന്നു പോകേണ്ടി വരും. ഏതെങ്കിലും ഒരാൾക്ക് അതിൽ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് സഅദ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും അത് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത്. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം എളുപ്പമാക്കട്ടെ, ആമീൻ. അങ്ങനെ ആ ഖബറടക്കിയതിനെല്ലാം ശേഷം അവസാനമായിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ സഅദ് ജസാക്കല്ലാഹു ഖൈർ മിൻ സയ്യിദുൽ ഖൗം, ഒരു ജനതയുടെ സയ്യിദ്, ഒരു ജനതയുടെ നേതാവ് എന്നതിലപ്പുറമുള്ള നന്മ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകട്ടെ. തീർച്ചയായും താങ്കൾ അള്ളാഹുവിനോട് ചെയ്ത ആ വാഗ്ദാനം പാലിച്ചിരിക്കുന്നു, അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം നൽകിയതും അള്ളാഹു പാലിക്കട്ടെ. ഈ രൂപത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്. അപ്പം അത്രയും മഹത്തായിട്ടുള്ള അവരുടെ ലീഡറായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾക്കിടയിൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ആ സ്ഥാനം പോലെയാണ് അൻസാറുകൾക്കിടയിൽ സഅദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സേവനങ്ങളുടെ ചരിത്രവും ബാക്കിയാക്കി അദ്ദേഹം കടന്നു പോകുന്നത് ആ യുവത്വം കത്തി നിൽക്കുന്ന സമയത്താണ്. 37ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ കാലഘട്ടത്തിനിടയിലാണ് ഇത്രയും വലിയ പദവികൾക്കെല്ലാം അദ്ദേഹം അർഹനായി തീരുന്നതെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സേവനങ്ങൾ പിൻകാലഘട്ടത്ത് അദ്ദേഹം മരണപ്പെട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും റസൂലുള്ളാഹി സ്മരിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഒരിക്കൽ പുറത്തുള്ള ഒരു ഭരണാധികാരി റസൂലുള്ളാഹിക്ക് ഹദിയായിട്ട് സമ്മാനമായിട്ട് വളരെ വിലപിടിപ്പുള്ള ഒരു പട്ടിൻ്റെ വസ്ത്രം കൊടുത്തയക്കുന്നുണ്ട്. ആ പട്ടിൻ്റെ വിഷയത്തിൽ വിധി വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. റസൂലുള്ളാഹി അത് ധരിച്ച സമയത്ത് സ്വഹാബികൾ മുഴുവൻ അത് തൊട്ടു നോക്കി അതിൻ്റെ ആ ഒരു മാർദ്ദവെല്ലാം കണ്ടവർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, അതഅജബൂന മിൻ ഹാദിഹി, ഈ ഒരു വസ്ത്രം അതിൻ്റെ ആ ഒരു മാർദ്ദവം ഇത്രയേറെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ല മനാദിലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്ന ഖൈറും മിൻഹ, സഅദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന തൂവാല കർച്ചീഫ് അത് ഇതിനേക്കാൾ എത്രയോ മികച്ചതാണ്. അതായത് സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന് എത്രയോ കാലങ്ങൾക്ക് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നതായിട്ട് ആ ഒരു സംഭവത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആ ബനൂ ഖുറൈളയുമായി ബന്ധപ്പെട്ട ചരിത്രം. അപ്പോൾ ഖുറൈശികളായിട്ട് ഇനി യുദ്ധമില്ലെന്ന് റസൂലുള്ളാഹി നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധമില്ലാത്ത സമാധാന സന്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഹുദൈബിയ സന്ധിയുടെ മനോഹരമായിട്ടുള്ള ചരിത്രം. വ്യക്തിപരമായിട്ട് സീറയിലെ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഹുദൈബിയ സന്ധി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം വിമർശിക്കപ്പെടുന്ന മറ്റൊരു വിഷയം സൈനബ് റളിയല്ലാഹു അൻഹയായിട്ട് ബന്ധപ്പെട്ട വിഷയവും അതിനു മുമ്പ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വരും ഭാഗങ്ങളിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.